സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം സാമ്പത്തികമുള്ള നല്ലൊരു വീട്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ രാഹുലിനെന്തോ ഒരു വല്ലായ്മ തോന്നി. ആകെ ഒരു ക്ഷീണം പോലെ. ശരീരമാകെ ഒന്ന് വിയർത്തു. പൊതുവെ അധിക ദിവസവും വെള്ളമടിച്ചു വന്ന് ബോധമില്ലാതെയാണ് രാഹുൽ കിടക്കാറുള്ളത്. എന്നാൽ 2 ദിവസം മുൻപ് ബൈക്കിൽ നിന്ന് വീണ് ചെറിയൊരു അപകടമുണ്ടായത് കാരണം അന്ന് പുറത്തേക്കൊന്നും പോയിരുന്നില്ല. അതുകൊണ്ട് പതിവായുള്ള വെള്ളമടി അന്ന് നടന്നിട്ടുമില്ല. പെട്ടെന്ന് അവനെന്തോ വല്ലാത്തൊരു ദാഹം തോന്നി. കാലിന് പരിക്കുള്ളതുകൊണ്ട് തന്നെ എണീറ്റ് പോയി വെള്ളമെടുത്ത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബൈക്കിൽ നിന്ന് വീണപ്പോൾ കാലൊന്ന് ചെറുതായി പടം മറിഞ്ഞിരുന്നു. തിരുമലുകാരൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് കാണിച്ച് കാൽ ഉയിഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ രാഹുലിനുണ്ട്. ശരീരമാകെ നന്നായി വിയർക്കുന്ന പോലെയും തല കറങ്ങുന്ന പോലെയും തോന്നിയ രാഹുലിന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അമ്മേ, അമ്മേ! അവൻ അവിടെ കിടന്നുകൊണ്ട് അമ്മയെ നീട്ടി വിളിച്ചു. എന്നാൽ അപ്പുറത്തെ മുറിയിൽ നല്ല ഉറക്കത്തിലായിരുന്ന അമ്മ അത് കേട്ടതേയില്ല. സ്പീഡിലുള്ള ഫാനിൻ്റെ ശബ്ദം കൂടെ ആകുമ്പോൾ കേൾക്കാൻ വയ്യുമില്ല. അമ്മ കേൾക്കില്ലെന്നറിഞ്ഞിട്ടും രാഹുൽ ഒന്നുകൂടി നീട്ടി വിളിച്ചു. ആ വിളിയും വെറുതെ ആയിരുന്നു. ഒരു നിമിഷം രാഹുൽ കട്ടിലിൽ അങ്ങനെ തന്നെ കിടന്നു. ഓരോ നിമിഷവും കാലിൻ്റെ വേദന കൂടിക്കൂടി വന്നു. ഞെരിയാണി മുതൽ ആ വേദന അങ്ങനെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. വേദന കാരണം അവൻ അവിടെ കിടന്ന് ഒന്നാകെ വിയർക്കുകയായിരുന്നു. ഒരിറക്ക് വെള്ളത്തിനായി അവൻ്റെ തൊണ്ട വരണ്ടു. എണീറ്റ് പോയി വെള്ളമെടുത്ത് കുടിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് അവൻ മെല്ലെ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും കാലിൽ നിന്ന് അസഹ്യമായ വേദന. എന്തു ചെയ്യും? അവൻ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് അങ്ങനെ കിടന്നു. ആ വേദനയ്ക്കിടയിൽ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു മുഖമുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, താൻ താലി കെട്ടിയ തൻ്റെ ഭാര്യ സ്മൃതി. തനിക്കൊരാവശ്യം വന്നാൽ ഏത് പാതിരാത്രി വിളിച്ചാലും അവൾ തൻ്റെ തൊട്ടരികിലുണ്ടാകുമായിരുന്നു. ഒരു പനി വന്നാലോ ഒരു തലവേദന വന്നാലോ തൻ്റെ അരികത്തു നിന്ന് മാറാതെ നോക്കുമായിരുന്നു അവൾ. രാഹുൽ മനസ്സിലോർത്തു, ഞാൻ അവളെ വലിയ മൈൻഡ് കൊടുക്കാറില്ലെങ്കിലും സ്നേഹം കാണിക്കാറില്ലെങ്കിലും എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ ഒരു 100 ആവർത്തിയെങ്കിലും അവൾ എന്നെ വന്ന് തൊട്ടു നോക്കുകയും തലോടുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതെല്ലാം തന്നെ അപ്പോൾ രാഹുലിൻ്റെ മനസ്സിലേക്ക് വന്നു. വലിയ സ്നേഹമായിരുന്നു അവൾക്കെന്നോട്. അത്രയൊക്കെ സ്നേഹിച്ചിട്ടും പൊരുത്തപ്പെടാനാവാതെ അവളുമായുള്ള ബന്ധം 2 ആഴ്ച മുൻപേ താൻ അവസാനിപ്പിച്ചു. അമ്മയാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിറ്റ് വെള്ളത്തിനായി അവൻ്റെ തൊണ്ട വരളുമ്പോഴും അവൻ്റെ മനസ്സിൽ സ്മൃതിയുടെ മുഖമായിരുന്നു. നീണ്ടു കിടക്കുന്ന ഇടതൂർന്ന മുടിയുള്ള പെൺകുട്ടി, ഉണ്ടക്കണ്ണുകൾ, നിഷ്കളങ്കമായ മുഖമുള്ള നല്ല വെളുപ്പുള്ള, ആരും കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന സുന്ദരി കുട്ടിയായിരുന്നു അവൾ. കൂട്ടുകാരൻ്റെ തറവാട്ടിൽ ഉത്സവത്തിന് പോയപ്പോഴാണ് രാഹുൽ അവളെ ആദ്യമായി കാണുന്നത്. ആദ്യമായി കണ്ടപ്പോൾ തന്നെ രാഹുലിന് വല്ലാത്തൊരിഷ്ടം തോന്നി. സെറ്റ് സാരിയും മുല്ലപ്പൂവും ഒക്കെ ഇട്ടുകൊണ്ട് രാത്രിയിലെ താലപ്പൊലിയിലുണ്ടായിരുന്ന അവളിലേക്ക് പെട്ടെന്നാണ് രാഹുലിൻ്റെ കണ്ണുകൾ പതിഞ്ഞത്. തെളിഞ്ഞു കത്തുന്ന ആ എണ്ണത്തിരിയുടെ വെളിച്ചത്തിൽ അവളുടെ ഭംഗി വല്ലാതെ കൂടുന്നതായി രാഹുലിന് തോന്നി. കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അവൻ അവളെ തന്നെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു പോയി. എന്തോ ജീവിതത്തിൽ ഇതുവരെ മറ്റാരോടും തോന്നാത്തൊരിഷ്ടം, പ്രണയം അവൻ ആദ്യമായി അവളോട് തോന്നി. കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവൻ്റെ വീടിന് കുറച്ച് അപ്പുറത്തായുള്ള കുട്ടിയാണെന്നറിഞ്ഞു. PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എത്രയോ സാധാരണക്കാരായിരുന്നു സ്മൃതിയുടെ കുടുംബം. അവളുടെ അച്ഛന് ടൗണിലുള്ള ഒരു ഫ്ലാറ്റിൽ സെക്യൂരിറ്റി പണിയായിരുന്നു. 3 പെൺമക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു സ്മൃതി. ചേച്ചിമാരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഇനി കല്യാണം കഴിപ്പിക്കാൻ ഇവളേ ഉള്ളൂ എന്നറിഞ്ഞു. രാഹുൽ കൂട്ടുകാരൻ വഴി അന്വേഷണവുമായി സ്മൃതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ പഠിക്കുകയാണെന്നും ഇപ്പോൾ വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു അവരുടെ മറുപടി. എന്നാൽ രാഹുലാണ് അവരുടെ പിറകെ നടന്നതും എല്ലാവരെ കൊണ്ടും ചോദിപ്പിച്ചതുമെല്ലാം. പൊന്നോ പണമോ ഒന്നും വേണ്ട, വിവാഹം കഴിച്ചു തന്നാൽ മാത്രം മതി എന്ന് രാഹുൽ പറഞ്ഞത് അവൻ അവളെ അത്രമേൽ ഇഷ്ടമായതുകൊണ്ട് തന്നെയായിരുന്നു. രാഹുലിൻ്റെ അച്ഛന് ടൗണിൽ ഒരു വലിയ ഫർണിച്ചർ ഷോപ്പുണ്ട്. അച്ഛൻ്റെ മരണശേഷം ഇപ്പോൾ ആ ഫർണിച്ചർ ഷോപ്പ് കൊണ്ടു നടക്കുന്നത് രാഹുലാണ്. ചെറുപ്പം മുതൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെയാണ് രാഹുൽ വളർന്നത്. പണത്തിനോ മറ്റൊന്നിനോ തന്നെ അച്ഛനുള്ളിടത്തോളം കാലം അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ മരണശേഷവും അതുണ്ടായിട്ടില്ല. രാഹുലിൻ്റെ മൂത്ത 2 ചേച്ചിമാരുടെയും കല്യാണവും പ്രസവവും എല്ലാം കഴിഞ്ഞ ശേഷമാണ് അച്ഛൻ മരണപ്പെടുന്നത്. അതുകൊണ്ട് രാഹുലിന് കുടുംബത്തിൽ മറ്റു ബാധ്യതകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇനി അവനൊരു പെൺകുട്ടിയെ കണ്ടെത്തണം, വിവാഹം കഴിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്മൃതിയെ കണ്ടിഷ്ടപ്പെട്ട കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അമ്മയ്ക്കും ആദ്യം എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെയാണ് അവൻ വീട്ടുകാരെ കൂട്ടി സ്മൃതിയെ പെണ്ണ് കാണാൻ ചെന്നത്. പക്ഷേ പെണ്ണ് കണ്ടു വന്ന ശേഷം എന്തോ അമ്മയ്ക്കും ചേച്ചിമാർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. 4 സെന്റ് സ്ഥലത്ത് ഒരു കുഞ്ഞു ഓടിട്ട വീടായിരുന്നു സ്മൃതിയുടേത്. ആ വീട് ഭാഗം വെച്ചാൽ തന്നെ 3 പെൺമക്കൾക്കുമായി വീതിക്കേണ്ടി വരും. അതിൽ നിന്ന് പിന്നെ വല്ല നക്കാപ്പിച്ച മാത്രമേ അവൾക്ക് കിട്ടാനുണ്ടാവുകയുള്ളൂ. അതൊക്കെയായിരുന്നു രാഹുലിന്റെ അമ്മയുടെ കണക്കുകൂട്ടൽ. 2 പെൺകുട്ടികളെ കെട്ടിച്ചയച്ച കടവും കുടുംബത്തിന്റെ അപ്പോഴത്തെ സ്ഥിതിയും നിലയും വെച്ച് സ്മൃതിക്ക് ധാരാളം പൊന്നൊന്നും കൊടുക്കാൻ അവളുടെ വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. ഒക്കെ കൂടെ തട്ടിച്ചു നോക്കിയപ്പോൾ രാഹുലിന്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ആ ബന്ധം വേണ്ടെന്നായിരുന്നു. പക്ഷേ അവളോടുള്ള ഇഷ്ടത്തിൽ ഉറച്ചു നിന്ന രാഹുലിന് സ്മൃതിയെ തന്നെ മതിയായിരുന്നു. അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു അവന്. ഒടുക്കം വീട്ടിൽ പട്ടിണി കിടന്നും അമ്മയോടും ചേച്ചിമാരോടും വാശി കാണിച്ചും രാഹുൽ അവന്റെ ഇഷ്ടം സാധിപ്പിച്ചെടുത്തു. ഒരു മീനമാസത്തിൽ ആർഭാടത്തോടെ തന്നെ രാഹുൽ സ്മൃതിയുടെ കഴുത്തിൽ താലി ചാർത്തി. 2 പെൺകുട്ടികൾക്ക് താഴെയുള്ള ഒറ്റ മോനായതുകൊണ്ട് തന്നെ അവന്റെ വിവാഹം മോശമില്ലാതെ തന്നെ നടത്തി. ധാരാളമായൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ലെങ്കിലും സ്മൃതിയുടെ വീട്ടുകാരെ കൊണ്ടാവുന്ന പോലെ കയ്യിലും കഴുത്തിലും പൊന്നണിയിച്ചു തന്നെയാണ് അവർ അവളെ വിവാഹം കഴിച്ചയച്ചത്. രാഹുലിന്റെ പേര് കുത്തിയ താലിയും നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ സ്മൃതി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. രാഹുലും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച പെൺകുട്ടി, ആദ്യമായി പ്രണയം തോന്നിയ പെൺകുട്ടി, അവൻ അവളെ ജീവനായിരുന്നു. അവളുമൊത്തുള്ള ഒരു നല്ല ജീവിതം രാഹുലും സ്വപ്നം കണ്ടു. എന്നാൽ വിവാഹത്തോടെ രാഹുലിന്റെ ഉള്ള സമാധാനം പോയെന്ന് തന്നെ പറയാം. അതുവരെ ശാന്തമായിരുന്ന അവന്റെ വീട് അന്ന് മുതൽ ഒരു കലഹ വീടായി മാറുകയായിരുന്നു. രാഹുലിന്റെ അമ്മ തന്നെയായിരുന്നു അതിന്റെ കാരണം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അമ്മ സ്മൃതിയുമായി വഴക്കടിക്കും. സ്മൃതിയാണെങ്കിൽ ഒരു പഞ്ചപാവവും. PG കഴിയാൻ ഇനി ഒരു 6 മാസത്തെ ക്ലാസ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതിനി തുടർന്നു പോകേണ്ടെന്നായിരുന്നു അമ്മയുടെ താക്കീത്. പക്ഷേ അതുവരെ പഠിച്ചതല്ലേ, എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള സ്മൃതിയുടെ അപേക്ഷയ്ക്ക് മുന്നിൽ രാഹുൽ സമ്മതിച്ചു. അല്ലെങ്കിലും പഠിപ്പ് നിർത്താൻ അവനും താല്പര്യമുണ്ടായിരുന്നില്ല. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു തീർത്ത് എല്ലാവർക്കുമുള്ള ഭക്ഷണവും ഉണ്ടാക്കി മേശപ്പുറത്ത് ഒരുക്കി വെച്ചാണ് സ്മൃതി എന്നും രാവിലെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്മൃതി വന്നു കയറിയപ്പോൾ മുതൽ അമ്മ ആ വീട്ടിലെ എല്ലാ പണികളും ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. എല്ലാ പണികളും സ്മൃതിയുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഒട്ടുമിക്ക സമയങ്ങളിലും TV കാണലും ഉറക്കവുമായി അമ്മയുടെ ദിനചര്യകൾ ഒതുങ്ങി. രാവിലെ അവൾ ക്ലാസ്സിന് പോകാൻ ഇറങ്ങുമ്പോഴേക്കും മുറ്റത്തൊരില പോലും ഉണ്ടാവാൻ പാടില്ല. അടിക്കലും തുടയ്ക്കലും അലക്കലും ഭക്ഷണമുണ്ടാക്കലും എല്ലാം 8 മണിക്ക് മുൻപായി കഴിയണം. അതിനുവേണ്ടി അവൾ പുലർച്ചെ തന്നെ എണീക്കും. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ രാത്രിയിലേക്കുള്ള പണികൾ തുടങ്ങും. പ്രതീക്ഷിക്കാതെ ഒരു കല്യാണ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച, സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പെൺകുട്ടിക്ക് മറ്റൊരു വീട്ടിലെ അടിമപ്പണി വളരെ ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. ഒപ്പം രാഹുലിന്റെ അമ്മയുടെ കുത്തുവാക്കുകളും. ഇടയ്ക്ക് അവളത് സങ്കടത്തോടെ രാഹുലിനോട് പറയാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്മൃതിയുടെ സങ്കടം കാണുമ്പോൾ രാഹുൽ അമ്മയെ ചെറിയ രീതിയിൽ ശകാരിക്കുമായിരുന്നു. എന്നാൽ അമ്മ നെഞ്ചത്തടിയും പ്രാക്കും അവനെ പെറ്റുപോറ്റിയ കഥകളും എടുത്തിട്ട് നിരത്തുമ്പോൾ അവന് പിന്നെ ഒന്നും പറയാനുണ്ടാവുമായിരുന്നില്ല. സാമ്പത്തികം കുറഞ്ഞ വീട്ടിലെ ഒരു പെൺകുട്ടി മരുമോളായിട്ട് വന്നത് തന്നെയായിരുന്നു രാഹുലിന്റെ അമ്മയുടെ പ്രധാന പ്രശ്നം. പ്രതീക്ഷിച്ചത്ര പൊന്നും സ്ത്രീധനവും കൊണ്ട് കയറി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ സ്മൃതിക്ക് അവർ ആ വീട്ടിൽ ഒരു വിലയും കൊടുത്തിരുന്നില്ല. ഒരു ജോലിക്കാരിയുടെ വില പോലും ഇല്ലായിരുന്നു. എന്നാൽ രാഹുലിന് അവളോട് ഒരു ഇഷ്ടക്കുറവും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ കൂട്ടി പുറത്തു പോവുകയും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയും കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതിനൊക്കെ വഴക്കടിക്കാൻ അമ്മയും നിൽക്കും. പിന്നെ പെങ്ങന്മാരും കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന റോളിലേക്ക് പ്രവേശിച്ചപ്പോൾ ശരിക്കു പറഞ്ഞാൽ അവിടെ വഴക്കില്ലാത്ത ഒരു ദിവസങ്ങളും ഇല്ലാതെയായി. അമ്മയുടെയും പെങ്ങന്മാരുടെയും അമിതമായുള്ള ഇടപെടൽ രാഹുലിന്റെയും സ്മൃതിയുടെയും ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. അമ്മയും ചേച്ചിമാരും ഒരുപോലെ നിന്ന് സ്മൃതിയുടെ കുറ്റങ്ങൾ അവന് മുന്നിൽ നിരത്തുമ്പോൾ എവിടെയൊക്കെയോ ഒരു അകൽച്ച അവൻ അവളോട് വന്നു തുടങ്ങി. ഒട്ടും സമാധാനമില്ലാതായപ്പോൾ രാഹുൽ വെള്ളമടിക്കാൻ തുടങ്ങി. അത് പിന്നെ സ്ഥിരമായി. പതിവായി പാതിരാത്രി വെള്ളമടിച്ച് ബോധമില്ലാതെ കയറി വരാൻ തുടങ്ങിയപ്പോൾ രാഹുലും സ്മൃതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി. 1 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചെങ്കിലും പതിവ് ദിവസങ്ങളിലും വഴക്ക് തന്നെയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം സ്മൃതിക്ക് വല്ലാത്ത പനി വന്നു. ഒട്ടും വയ്യാതിരുന്നത് കൊണ്ട് തന്നെ അവൾക്കന്ന് എണീക്കാനോ ഭക്ഷണമുണ്ടാക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. രാത്രി വന്നു കയറിയ രാഹുലിന് മുൻപിൽ അമ്മ അവളുടെ കുറ്റങ്ങൾ നിരത്തി. കൂട്ടത്തിൽ അമ്മയുമായി അവൾ കാര്യമില്ലാതെ വഴക്കിട്ടെന്നും പറഞ്ഞു. ഒക്കെ കൂടെ കേട്ടപ്പോൾ വെള്ളമടിച്ച് ഫിറ്റായിരുന്ന രാഹുലിന് ആകെ കലി വന്നു. അവൻ അകത്തേക്ക് ചെന്നപ്പോൾ സ്മൃതി അവിടെ വയ്യാതെ കിടക്കുകയായിരുന്നു. അതിന് മാത്രം വലിയ പനിയൊന്നും ഇല്ല എന്നായിരുന്നു അമ്മയുടെ പക്ഷം.
നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ സ്മൃതി? ഈ പാതിരാത്രിക്ക് വെറുതെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കണോ? രാഹുൽ സ്മൃതിയെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഒട്ടും വയ്യാതെ കിടക്കുകയായിരുന്നത് കൊണ്ട് തന്നെ സ്മൃതി അപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നിന്നോടാ സ്മൃതി ചോദിച്ചത്? രാഹുൽ അവളോട് ചൂടായി. അവനോടപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. എരിപിരി കയറ്റിക്കൊടുക്കാൻ നിൽക്കുന്ന അമ്മയും കുടിച്ചു ബോധമില്ലാതെ നിൽക്കുന്ന മോനും ആരോടാണ് എന്താണ് പറയേണ്ടത്? അവൾ അവിടെ തലയിണയിൽ മുഖം അമർത്തി കിടന്നു. അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അതൊന്നും രാഹുലോ അമ്മയോ കാണുന്നുണ്ടായിരുന്നില്ല. സ്മൃതി എണീക്കി, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, ഡി എണീക്കി എന്ന് പറഞ്ഞ് രാഹുൽ അവളുടെ തോളിൽ തട്ടി എണീപ്പിക്കാൻ നോക്കി. സ്മൃതി അപ്പോൾ ചടച്ചുകൊണ്ട് അവിടെ എണീറ്റിരുന്നു. എന്തു പറ്റി, നിനക്ക് വയ്യേ? രാഹുൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ഒന്ന് കിടന്നോട്ടെ ഏട്ടാ പ്ലീസ് എന്ന് പറഞ്ഞ് സ്മൃതി ദയനീയമായി അവിടെ തന്നെ കമഴ്ന്നു കിടന്നു. രാഹുൽ ഒരു നിമിഷം അവളെ അങ്ങനെ നോക്കി നിന്നു. പിന്നെ ഒന്നും പറയാതെ റൂമിൽ നിന്നിറങ്ങി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അവിടെ സോഫയിലിരുന്നു. അവന് പിറകിലായി അമ്മയും ചെന്നു. ഡാ, നീ അവളുടെ വാക്കും കേട്ടിങ്ങ് പോന്നോ? ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ കഴിയില്ലെങ്കിൽ അവൾക്ക് നേരത്തെ പറയാമായിരുന്നു. എനിക്ക് വയ്യാത്തതൊക്കെ അവൾക്ക് അറിയുന്നതല്ലേ. രാത്രി 2 വറ്റ് വാരിത്തന്ന് ഗുളിക കഴിച്ച് കിടക്കാമെന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഒന്നുമില്ല. നീ പോയി ചോദിക്കടാ. ഈ വയ്യ എന്നുള്ളത് അവളുടെ അഭിനയമാണ്. സമയം കിട്ടിയാൽ ഫോണിൽ തോണ്ടിയിരിക്കാൻ അവൾക്ക് ഒരു വയ്യായ്മയുമില്ലല്ലോ. അമ്മ രാഹുലിനോട് ശബ്ദമെടുത്തു. ഞാൻ ചോദിക്കാം അമ്മേ, അവൾക്ക് എന്തോ വയ്യാഞ്ഞിട്ടാകും. അല്ലെങ്കിൽ അവൾ അങ്ങനെ പണിയെടുക്കാതെ കിടക്കാറില്ലല്ലോ. അല്ല, അമ്മയ്ക്കിപ്പോൾ എന്താ ആവശ്യം? ഭക്ഷണം വേണമെന്നല്ലേ? അത് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിത്തരാം. അല്ലെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ, ഏതെങ്കിലും ഹോട്ടൽ തുറപ്പിച്ച് ഞാൻ ഭക്ഷണം കൊണ്ടുതരാം. അതുപോരെ? രാഹുൽ അമ്മയോട് ചോദിച്ചു. ഓ, അപ്പം നിന്റെ പെണ്ണുമ്പിള്ള ചെയ്തതിനും എന്നെ തെറി വിളിച്ചതിനുമൊന്നും നിനക്ക് ഒരു കുഴപ്പവുമില്ല അല്ലേടാ? പെറ്റുപോറ്റി ഇത്രയൊക്കെ ആക്കിയെടുത്ത എന്നെ പറഞ്ഞാൽ മതി. സ്മൃതിയെ രാഹുൽ വേണ്ട പോലെ വഴക്ക് പറയാത്തതിൽ കണ്ണുനീർ വരുത്തിക്കൊണ്ടുള്ള അമ്മയുടെ പരാതി തുടങ്ങി. പരാതിയും പ്രാക്കും കരച്ചിലും ഒക്കെ കൂടെ അവർ രാഹുലിന്റെ ചെവി പൊട്ടിച്ചു. എല്ലാം കേട്ടുകൊണ്ട് ദേഷ്യം കയറിയ രാഹുൽ കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് സോഫയിൽ അങ്ങനെ ഇരുന്നു. അവൻ അവൻ്റെ വലതുകൈ ചുരുട്ടി പിടിച്ചു. പക്ഷേ അമ്മ അവന് ഒരു സ്വൈര്യം കൊടുത്തതേയില്ല. ദേഷ്യം ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ സോഫയിൽ നിന്ന് എണീറ്റ് അകത്തേക്ക് പോയി. സ്മൃതിയുടെ തോളിൽ പിടിച്ച് അവളെ എണീപ്പിച്ചു. എണീക്കടി, നീ അമ്മയെ തെറി പറഞ്ഞോ? പറയടി, രാഹുൽ ചോദിച്ചു. നീ ഒന്നും ഉണ്ടാക്കി വെക്കാതെ എന്തിനാ വെറുതെ അമ്മയുമായിട്ട് വഴക്കടിച്ചത്? ഒരു ദിവസവും ഇവിടെ സമാധാനമില്ലേ? നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് തോന്നിയ പോലെ. ഇതിനിടയിൽ കിടന്ന് വട്ടം ചുറ്റാൻ ഞാനൊരുത്തനും. ഞാൻ ചോദിച്ചത് കേട്ടില്ലേടി? നിനക്കെന്താ ചെവി കേട്ടൂടെ? രാഹുൽ വീണ്ടും കയർത്തു. ചെവി കേൾക്കില്ല. സ്മൃതി പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ രാഹുൽ അവളുടെ മുഖത്തൊന്ന് കൊടുത്തു കഴിഞ്ഞിരുന്നു. സ്മൃതി അവളുടെ കവിളിൽ മുറുക്കി പിടിച്ചു. കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് രാഹുലിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഏട്ടൻ എന്തു വേണമെങ്കിലും വിചാരിക്കാം. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യപ്പെട്ടില്ല എന്ന് കൂട്ടിക്കോളൂ. അമ്മയെ ഞാൻ 2 തെറി വിളിച്ചെന്നും കൂട്ടിക്കോളൂ. അങ്ങനെയല്ലേ ഏട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത് തിരുത്താൻ എനിക്ക് വയ്യ. സ്മൃതിയുടെ സ്വരം ഇടറി. ആരും ഇനി ഒന്നും തിരുത്തണ്ട. വീട്ടിൽ വന്നു കയറിയാൽ അമ്മയും സമാധാനം തരില്ല, ഭാര്യയും തരില്ല. എന്നും ഓരോന്നുണ്ടാകും. ഒരു സമാധാനമില്ലാതെ എനിക്കിനി ജീവിക്കണ്ട. നിങ്ങൾ രണ്ടാളും ഇനി ഇവിടെ ഒന്നിച്ചു വേണ്ട. ഡി, നിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുക്ക്. രാഹുൽ അവളെ പിടിച്ചു വലിച്ചു. നിന്നെ കെട്ടുന്നതിന് മുൻപ് വരെ എനിക്കൊന്ന് ഉറങ്ങാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഇതിപ്പോ എന്ന് വീട്ടിൽ വന്നു കയറിയാലും അമ്മായിയമ്മയും മരുമോളും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. എനിക്ക് വയ്യ, ശരിക്കും മടുത്തു. ഒന്ന് ഇറങ്ങിപ്പോടി. രാഹുൽ അവളോട് ഉറക്കെ ദേഷ്യപ്പെട്ടു. അത്രയും കാലം ക്ഷമിച്ചും പുറത്തും നിന്നിരുന്ന സ്മൃതിക്ക് അവൻ്റെ ഉപദ്രവം കൂടെ ആയപ്പോൾ ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അത്രയൊക്കെ ജീവന് തുല്യം സ്നേഹിച്ചിട്ടും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടും സ്നേഹമില്ലാത്ത പ്രതികരണം വന്നു തുടങ്ങിയപ്പോൾ അവൾക്ക് ആകെ മടുത്തിരുന്നു. സ്മൃതി അപ്പോൾ തന്നെ അവളുടെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് തന്നെ ആ പാവ മനുഷ്യൻ രാത്രി ഓട്ടോ വിളിച്ചു വന്നു. അവൾ ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയോ രാഹുലോ ഉമ്മറത്തേക്ക് പോലും ചെന്നില്ല. രാഹുലിൻ്റെ വിരല് പതിഞ്ഞ മുഖവുമായി ആ രാത്രി അവൾ ആ വീടിൻ്റെ പടിയിറങ്ങി. ഓട്ടോ പോകുന്ന ശബ്ദം രാഹുൽ അകത്തുനിന്ന് കേട്ടിരുന്നു. ആ ശബ്ദം ദൂരേക്കെത്തിയതും അവൻ്റെ നെഞ്ചൊന്ന് കലങ്ങി. അവൻ വേഗം ജനാലക്കരികിലേക്ക് ഓടിച്ചെന്ന് പുറത്തേക്ക് നോക്കി. അപ്പോഴേക്കും ഓട്ടോ അവിടെ നിന്ന് മാഞ്ഞു കഴിഞ്ഞിരുന്നു. രാഹുൽ റൂമിൽ ചെന്ന് കബോർഡ് തുറന്ന് കുപ്പിയെടുത്ത് വീണ്ടും വെള്ളമടിച്ചു. ശേഷം ആകെ തളർന്നുകൊണ്ട് കട്ടിലിലേക്ക് വീണു. അമ്മ അപ്പോൾ വേഗത്തിൽ മുറിയിൽ ചെന്ന് പെൺമക്കളെ ഫോൺ ചെയ്യുകയായിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളും സ്മൃതി ഇറങ്ങിപ്പോയതുമെല്ലാം അവർ മക്കളോട് വിശദീകരിച്ചു. എന്തോ വല്ലാത്തൊരു ആത്മസംതൃപ്തി അപ്പോൾ അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കട്ടിലിൽ അങ്ങനെ കിടക്കുമ്പോഴും രാഹുലിന്റെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞെങ്കിലും സ്മൃതി പോയി കഴിഞ്ഞപ്പോൾ രാഹുലിന് അവിടെ വല്ലാത്തൊരു വിടവ് തോന്നി തുടങ്ങിയിരുന്നു. അവളില്ലാത്തതിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു വല്ലായ്മ. 1 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട്. കാര്യം ചെറിയ വഴക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതുവരെ അവൻ അവളെ പിരിഞ്ഞു നിന്നിട്ടില്ലായിരുന്നു. അത്ര കാലത്തിനിടയ്ക്ക് അന്നുവരെ അവളായിട്ട് അവനോട് ഒരു വഴക്കിനും പോയിട്ടില്ല. വീട്ടിലെ എന്തെങ്കിലും കാരണം പറഞ്ഞും അമ്മയുടെ കുത്തിത്തിരിപ്പ് കാരണവുമാണ് അവർ തമ്മിൽ എന്നും വഴക്കുണ്ടാവുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ തൻ്റെ അരികത്തുണ്ടാവുമായിരുന്നു. രാഹുൽ ഓർത്തു. പെട്ടെന്നെന്തോ ആ കട്ടിലിൽ അവളുടെ ഒഴിവ് അവന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. ദിവസങ്ങൾ മുന്നോട്ടു പോയി. രാഹുലിൻ്റെ മനസ്സിൽ അപ്പോഴും സ്മൃതിയുടെ മുഖമുണ്ടായിരുന്നു. അവൾ അവിടെ ഇല്ലാതിരുന്നിട്ടും അവളുടെ കുറ്റങ്ങൾക്ക് മാത്രം ഒരു കുറവുമുണ്ടായില്ല. അമ്മയും പെങ്ങന്മാരും അപ്പോഴും അവരുടെ റോൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ രാഹുലിനെ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നൊരു ഉദ്ദേശം അവൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്മൃതി പോയി കഴിഞ്ഞിട്ടും അവളെക്കുറിച്ചുള്ള പരാതികളൊന്നും ആ വീട്ടിൽ കുറഞ്ഞില്ല. അങ്ങനെ 2 ആഴ്ചയോളം മുന്നോട്ടു പോയി. ഉള്ളിൽ വിഷമവും സങ്കടവും ഉണ്ടായിരുന്നെങ്കിലും വാശി കാരണം സ്മൃതി ഒരിക്കൽ പോലും രാഹുലിനെയോ രാഹുൽ അവളെയോ വിളിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ രാഹുൽ ബൈക്കിൽ നിന്ന് വീണ് കാലിന് പരിക്കുണ്ടായത്. രാത്രിയിൽ വെള്ളമെടുത്തു തരാനായി രാഹുൽ അമ്മയെ വിളിച്ചു. അമ്മേ! ദേഷ്യത്തിൽ രാഹുൽ ഒന്നുകൂടി അമ്മയെ വിളിച്ചു. പക്ഷേ എവിടുന്ന് വിളി കേൾക്കാൻ? കാലിൻ്റെ വേദനയും ദാഹവും ഒക്കെ കടിച്ചമർത്തി അവൻ അങ്ങനെ അവിടെ തന്നെ കിടന്നു. സമയമേറെ കഴിഞ്ഞപ്പോഴാണ് അവൻ ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് കാല് കെട്ടിക്കാൻ പോകാനുള്ള ദിവസമായിരുന്നു. കൂടെ പോകാനായി രാഹുൽ അവൻ്റെ കൂട്ടുകാരനായ സുമേഷിനെ വിളിച്ചു. സുമേഷ് വന്നു. അവർ രാഹുലിൻ്റെ കാറെടുത്ത് തിരുമുകാരുടെ അടുത്ത് പോയി കാല് കെട്ടിച്ചു. നല്ല നീരുള്ളത് കൊണ്ട് തന്നെ കാൽ താഴ്ത്തിയിടാതെ അനക്കാതെ വെക്കണമെന്ന് തിരുമുകാരൻ പറഞ്ഞു. രാഹുലും സുമേഷും വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ശേഷം തിരികെ വീട്ടിലെത്തി. ഞാൻ ഇറങ്ങട്ടെ രാഹുലേ, എനിക്ക് പണിക്ക് പോകാനുള്ളത് കൊണ്ടാണ്. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ, ഞാൻ വന്നോളാം, സുമേഷ് പറഞ്ഞു. എടാ ഇപ്പം തന്നെ പോകണോ? തിരക്കുണ്ടോ? രാഹുൽ ചോദിച്ചു. നല്ല തിരക്കാടാ, സമയമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി, സ്റ്റോക്ക് വരാനുള്ളതാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് തിരക്കാണെന്ന് വിചാരിച്ച് നീ വിളിക്കാതിരിക്കേണ്ട. വേദനയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ശരിയടാ. സുമേഷ് അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി. സുമേഷ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ രാഹുലിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അവൻ്റെ കാല് നോക്കി. എത്ര കെട്ട് കെട്ടേണ്ടി വരും? അമ്മ രാഹുലിനോട് ചോദിച്ചു. അറിയില്ല, രാഹുൽ പറഞ്ഞു. എന്നാലും ഏകദേശം എത്ര വേണ്ടി വരുമെന്ന് അവർ പറഞ്ഞില്ലേ? 7 കെട്ട് എന്തായാലും കെട്ടണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്നാണ് പറഞ്ഞത്. രാഹുൽ വലിയ താല്പര്യമില്ലാതെയാണ് പറഞ്ഞത്. 7 കെട്ടോ? ഒന്നിടവിട്ട ദിവസങ്ങളിൽ കെട്ടണ്ടേ? അപ്പോൾ 7 കെട്ടെന്ന് പറയുമ്പോൾ 2 ആഴ്ച കെട്ടിക്കാൻ നടക്കേണ്ടി വരുമല്ലോ, അമ്മ രാഹുലിനോട് ചോദിച്ചു. രാഹുൽ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിലും ഉത്തരമൊന്നും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കെട്ടണമെന്ന് പറഞ്ഞാലോ, അമ്മ ചോദിച്ചു. പറഞ്ഞാൽ കെട്ടിക്കണം, രാഹുൽ ശബ്ദം കുറച്ചുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എടാ അങ്ങനെയാണെങ്കിലേ നീ ഇവിടെ ജോലിക്ക് ആരെങ്കിലും ഒരാളെ വെക്കാൻ നോക്ക്. നീ എൻ്റെ കാല് കണ്ടോ? അമ്മ രാഹുലിൻ്റെ അടുത്തേക്ക് വന്ന് അമ്മയുടെ 2 കാലുകളും അവന് കാണിച്ചു. ദേ നീര് വന്നിരിക്കുകയാ. വേദനിച്ചിട്ടാണെങ്കിലോ തീരെ വയ്യ. പോരാത്തതിന് നടുവേദനയും തലമിന്നലും ഒക്കെ വേറെയും. എന്നെ തന്നെ ആരെങ്കിലും നോക്കേണ്ട സ്ഥിതിയാണ്. അതിനിടയ്ക്ക് നീ ഇതും കൂടെ പറ്റിച്ചുകൊണ്ട് വന്ന് കിടക്കുമ്പോൾ എന്താ ചെയ്യുക, അമ്മ ചോദിച്ചു. രാഹുൽ അമ്മയുടെ കാല് കണ്ടെങ്കിലും അമ്മ പറഞ്ഞ പോലെ നീരുള്ളതായി അവന് തോന്നിയില്ല. അവൻ അപ്പോഴും മറുപടിയൊന്നും പറഞ്ഞില്ല. ഇവിടുത്തെ അടുക്കളപ്പണിയും നിന്റെ കാര്യങ്ങളും ഒക്കെ കൂടെ നോക്കാൻ എനിക്ക് വയ്യടാ, തീരെ വയ്യാഞ്ഞിട്ടാ. നേരാവണ്ണം ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും കഴിയുന്നില്ല. അടുക്കളയിൽ നിൽക്കുമ്പോൾ ആകെ ശ്വാസം മുട്ടുകയാണ്. നീ ആ ദിവാകരേട്ടനെ ഒന്ന് വിളിച്ചിട്ട് ജോലിക്ക് ആരെങ്കിലും ഒന്ന് കൊണ്ട് നിർത്താൻ പറ. അടുക്കളപ്പണിയും പുറംപണിയും ഒക്കെ അവർ ചെയ്തോളും, ഭക്ഷണവും ഉണ്ടാക്കിക്കോളും. പിന്നെ നിന്നെ ഇപ്പോൾ താങ്ങി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാല് കെട്ടിക്കാൻ കൊണ്ടുപോകാനാണെങ്കിൽ സുമേഷ് വരും. ബാത്റൂമിലും മറ്റുമൊക്കെ നിനക്ക് തന്നെ കാലമർത്താതെ പോകാവുന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഇവിടെ വീട്ടുപണിക്കാണ് ആളെ വേണ്ടത്. അതിന് നീ ആരെങ്കിലും ഒന്ന് നിർത്ത്, അമ്മ രാഹുലിനോട് പറഞ്ഞു. രാഹുൽ ഒന്നും പറയാതെ അപ്പോഴും താഴേക്ക് തന്നെ നോക്കിയിരുന്നു. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ രാഹുലേ, അമ്മ വീണ്ടും ചോദിച്ചു. അവൻ അപ്പോഴും മറുപടിയൊന്നും പറഞ്ഞില്ല. എടാ നിന്നോടാണ് ഞാൻ പറഞ്ഞത് വീട്ടുപണിക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ, അമ്മ വീണ്ടും പറഞ്ഞു. അമ്മയുടെ ശബ്ദം കനത്തിലായപ്പോൾ രാഹുൽ തലപൊക്കി അമ്മയെ നോക്കി. എന്നിട്ട് പറഞ്ഞു. വീട്ടുപണി എടുക്കാനും വെച്ച് വിളമ്പാനും ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അവളെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അമ്മ തന്നെയല്ലേ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്.
അവള് വന്നതിന് ശേഷം ഒരു പണിയും എടുക്കാതെ ശീലിച്ചിട്ട് അമ്മയ്ക്കിപ്പോൾ അടുക്കളയിലേക്ക് കയറാൻ കഴിയുന്നില്ല അല്ലേ? രാഹുൽ അമ്മയുടെ മുഖത്ത് നോക്കി കുറച്ച് ദേഷ്യത്തോടെയാണ് അത് ചോദിച്ചത്. നീ എന്താ പറഞ്ഞത്? ഞാൻ കാരണമാണ് അവള് പോയതെന്നോ? നിന്റെ ഭാര്യ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. എന്നിട്ട് ആ കുറ്റം എല്ലാം കൂടെ നീ എന്റെ പെരടിക്കിടാൻ നോക്കണ്ട. പെൺകുട്ടികളായാലേ വന്നു കയറിയ വീട്ടിൽ കുറച്ച് അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിൽക്കണം. നിന്റെ ഭാര്യക്ക് അതിന് കഴിയില്ല. കുറെ കാലം പഠിക്കാനെന്നും പറഞ്ഞ് കോളേജിലേക്ക് പോകാനായിരുന്നല്ലോ തിരക്ക്. അവൾക്കെന്നും ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടി കറങ്ങാൻ പോകണം. അതല്ലാതെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അവള് പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണമല്ലോ ഇവിടുത്തെ കുടുംബം നോക്കാൻ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം മുഖം കറുപ്പിക്കും, അല്ലെങ്കിൽ കള്ളക്കണ്ണീർ വീത്തും. അവളുടെ കള്ളക്കരച്ചിൽ കണ്ടിട്ട് അതിന് പക്ഷം പിടിക്കാൻ നീയും. നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഞാൻ അനുഭവിക്കുന്നതൊന്നും നിനക്കറിയണ്ടല്ലോ. എനിക്ക് ഇവിടെ കിടന്ന് നരകിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ 2 പെൺകുട്ടികൾക്കും അന്തസ്സായ ഒരു വീടുണ്ട്. അവരുടെ അടുത്ത് പോയാൽ നീ നോക്കുന്നതിലും പൊന്നുപോലെ അവരെന്നെ നോക്കും. പിന്നെ ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അവന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാമല്ലോ എന്ന് കരുതുമ്പോൾ നിന്റെയും നിന്റെ ഭാര്യയുടെയും ആട്ടും തുപ്പും ഞാൻ കേൾക്കണം. അമ്മ പതിവ് പോലെ സ്മൃതിയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തുടങ്ങിയപ്പോൾ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല രാഹുൽ. അമ്മ ഒന്ന് നിർത്ത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് കാലിന് വേദനയുണ്ട്, ശരീരം മൊത്തം വേദനയുണ്ട്. ആകെ വയ്യാണ്ടിരിക്കുമ്പോഴെങ്കിലും അമ്മ ഇത് പറഞ്ഞു തുടങ്ങല്ലേ. അല്ലെങ്കിലും ഇനി എന്തിനാ അമ്മ സ്മൃതിയുടെ കുറ്റം പറയുന്നത്? അമ്മയെ ശല്യപ്പെടുത്താൻ അവൾ ഇവിടെ ഇല്ലല്ലോ. അമ്മ വിചാരിച്ച പോലെ തന്നെ സൗര്യവും സമാധാനവുമായിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ. അമ്മയെ ചീത്ത പറയാനും ബുദ്ധിമുട്ടിക്കാനും അവളില്ല. അതോർത്തെങ്കിലും അവളെക്കുറിച്ചുള്ള കുറ്റം പറച്ചിലൊന്ന് നിർത്തുമോ? പിന്നെ എന്തായാലും ഇവിടെ ഒരു ജോലിക്കാരിയെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്മൃതി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നില്ലേ? ഈ വീട്ടിലെ എല്ലാ പണികളും ഒറ്റയ്ക്ക് എടുത്തിരുന്നില്ലേ? അതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിലും അടുക്കളയിൽ കയറി എനിക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി തരാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഇല്ലാലോ. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുമാത്രമാണോ, ചേച്ചിമാരും മക്കളും അളിയനും ഒക്കെ നിൽക്കാൻ വരുമ്പോഴും എല്ലാവർക്കുമുള്ള ഭക്ഷണം സ്മൃതി ഒറ്റയ്ക്ക് ഉണ്ടാക്കുമായിരുന്നില്ലേ? വീട്ടിലെ പണികൾ വേറെയും. ഇപ്പോൾ അവൾ അങ്ങ് പോയപ്പോൾ എനിക്കൊരു നേരം ഭക്ഷണം ഉണ്ടാക്കി തരണമെങ്കിൽ അമ്മയ്ക്ക് വേലക്കാരി വേണമല്ലേ? തൽക്കാലം എൻ്റെ കാര്യം അമ്മ നോക്കണ്ട. അമ്മ ചേച്ചിമാരുടെ അടുത്ത് പോയി നിന്നോളൂ. ഞാൻ എവിടെയെങ്കിലും സമാധാനത്തോടെ കിടന്നോളാം, രാഹുൽ പറഞ്ഞു. നീ എൻ്റെ നേരെ തർക്കുത്തരം പറയുന്നോടാ? അമ്മ വീണ്ടും കണ്ണിൽ വെള്ളം വരുത്തിക്കൊണ്ട് നാടകം അഭിനയിച്ചു തുടങ്ങിയപ്പോഴേക്കും രാഹുൽ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. രാഹുൽ ഫോൺ കോളിലായെന്നും താൻ പറയുന്നത് കേൾക്കുന്നില്ലെന്നും മനസ്സിലായപ്പോൾ അമ്മ അവിടെ നിന്നും പിറുപിറുത്തുകൊണ്ട് ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ പോയി കഴിഞ്ഞ ശേഷം രാഹുൽ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തലയ്ക്ക് കൈകൊടുത്ത് മുടി അമർത്തി പിടിച്ച് അങ്ങനെ കിടന്നു. ശരിക്കു പറഞ്ഞാൽ അവൻ ആകെ കൂടെ വല്ലാത്ത ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന പോലെയുള്ള അവസ്ഥ. അങ്ങനെ കിടക്കുമ്പോഴാണ് വീട്ടിൽ ആരോ വന്നിട്ടുള്ള കോളിംഗ് ബെൽ അവൻ കേട്ടത്. ബെല്ല് കേട്ടതും അമ്മ ഉമ്മറത്തേക്ക് ചെന്ന് നോക്കി. അത് രാഹുലിന്റെ അച്ഛന്റെ സഹോദരിയുടെ മോനായ പ്രവീണായിരുന്നു. ആ പ്രവീണ്, നീ ആയിരുന്നോ? എന്താടാ വിശേഷം? അമ്മ പ്രവീണിനോട് ചോദിച്ചു. ഒന്നുമില്ല അമ്മായി, ഞാൻ കുറെ ആയല്ലോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഒന്ന് നിങ്ങളെയൊക്കെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. രാഹുൽ ഇവിടെ ഇല്ലേ, അതോ ഷോപ്പിൽ പോയോ? പ്രവീൺ ചോദിച്ചു. ഇവിടെ ഉണ്ട്, അകത്തുണ്ട്. അവൻ 2 ദിവസം മുൻപേ ബൈക്കിൽ നിന്ന് വീണിട്ട് കാലിന്റെ പടം മറിഞ്ഞിട്ട് ഇപ്പോൾ തിരുമ്മി കെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? എന്നിട്ട് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. പ്രവീൺ രാഹുലിന്റെ അമ്മയെ നോക്കി. അധികം ആരും അറിഞ്ഞു കാണില്ല. അവന്റെ കൂട്ടുകാരൻ സുമേഷ് വരും. അവർ 2 പേരും കാറിൽ പോയി കാല് കെട്ടിച്ച് ഇങ്ങോട്ട് വരും. 2 ആഴ്ച കെട്ടണമെന്നാ പറഞ്ഞത്. ഇപ്പോൾ റെസ്റ്റിലാണ്, അമ്മ പറഞ്ഞു. അത് ശരി, സ്മൃതി എവിടെ അമ്മായി? പ്രവീൺ ചോദിച്ചു. ഓ, ഒരു സ്മൃതി കൃമതി. ഒന്നും പറയണ്ട പ്രവീണേ, അങ്ങനത്തെ ഒരു പെണ്ണിനെ നാട്ടിലൊരു വീട്ടിലും കിട്ടിയിട്ടുണ്ടാവില്ല. അവളുടെ അമ്മായിയമ്മയല്ലേ ഞാൻ, ഭർത്താവിൻ്റെ അമ്മ. അമ്മയുടെ സ്ഥാനം ആ പെണ്ണ് എനിക്ക് തരണ്ട. ഒരമ്മായിയമ്മയുടെ സ്ഥാനമെങ്കിലും തന്നൂടെ? എന്നും ഞാനുമായിട്ട് ആ പെണ്ണ് വഴക്ക. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ അറിയാത്ത ഒരുത്തി. എന്നും കോളേജിലേക്കെന്നും പറഞ്ഞ് കെട്ടി ഒരുങ്ങി പോകണം. എനിക്കൊരിത്തിരി വെള്ളം എടുത്തു തരണമെങ്കിൽ ഞാൻ അവളുടെ കാല് പിടിക്കണം. ഒന്നും പറയണ്ട, തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ അവൻ അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടു, അമ്മ പറഞ്ഞു. പ്രവീൺ കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. സ്മൃതി പോയോ? പ്രവീൺ ചോദിച്ചു. അതേടാ, അവളായിട്ട് പോയതല്ല. എൻ്റെ ചെറുക്കന് സൗര്യമില്ലായിട്ട് അവൻ തന്നെ പറഞ്ഞു വിട്ടതാ. ഇനി കൂട്ടിക്കൊണ്ട് വരുന്നില്ലെന്ന് അവൻ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വയസ്സ് ഇത്രയായി. ഇനി ഇത്തിരി കഞ്ഞിയും കുടിച്ച് മരുന്നും കഴിച്ച് എവിടെയെങ്കിലും കിടന്നാ മതി. എന്നെ നോക്കാൻ എൻ്റെ പെൺകുട്ടികളുണ്ട്, അവര് മതി. രാഹുലിന്റെ അമ്മ പറയുന്നത് പ്രവീൺ ഒന്ന് കേട്ട് നിന്നെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്ന് രാഹുലിനെ കാണട്ടെ അമ്മായി എന്ന് പറഞ്ഞ് പ്രവീൺ രാഹുലിന്റെ റൂമിലേക്ക് ചെന്നു. എന്താടാ രാഹുലെ, അപകടം പറ്റിയെന്ന് പറഞ്ഞല്ലോ, എന്തു പറ്റി? അത് ചോദിച്ചുകൊണ്ടാണ് പ്രവീൺ അകത്തേക്ക് കയറി ചെന്നത്.
ആ പ്രവീണേട്ടാ, അത് ചെറുതായിട്ടൊന്ന് ബൈക്കിൽ നിന്ന് വീണതാ, കാല് ചെറുതായി ഒന്ന് തിരിഞ്ഞുപോയി, രാഹുൽ പറഞ്ഞു. അത് ശരി, എന്നിട്ട് എങ്ങനെയുണ്ട്? പ്രവീൺ രാഹുലിൻ്റെ കാലിലേക്ക് നോക്കി. കുഴപ്പമില്ല, ഇവിടെ കളരിയിൽ കൊണ്ടുപോയി കെട്ടിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ. 7 കെട്ടെന്നാ അവർ പറഞ്ഞത്. നീരുണ്ടല്ലേ? പ്രവീൺ ചോദിച്ചു. ഉണ്ട്, ഇന്ന് കുറവാ. ഇന്നലെ രാത്രിയൊക്കെ നന്നായി നീരുണ്ടായിരുന്നു. എന്തായാലും നീ റെസ്റ്റ് എടുക്ക്. ഞാൻ അറിഞ്ഞില്ല, ഇപ്പോൾ വന്നപ്പോൾ അമ്മായി പറഞ്ഞപ്പോളാ, പ്രവീൺ പറഞ്ഞു. ആരും അറിഞ്ഞിട്ടില്ല, 2 ദിവസമായേ ഉള്ളൂ പറ്റിയിട്ട്. അല്ല പ്രവീണേട്ടാ, എന്താ രാവിലെ തന്നെ? എന്തെങ്കിലും വിശേഷമുണ്ടോ? രാഹുൽ പ്രവീണിനോട് ചോദിച്ചു. വിശേഷമുണ്ടോ എന്ന് ചോദിച്ചാ ഞാൻ പോവുകടാ ഇവിടുന്ന്. പോവാനോ? എങ്ങോട്ട്? പുറത്തേക്കാ, ദുബായിലേക്ക്. എൻ്റെ കൂട്ടുകാരനൊരാളുണ്ട്, അവൻ്റെ കെയർ ഓഫിലാണ് പോകുന്നത്. അവിടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. മറ്റന്നാൾ വൈകിട്ട് പോകും. ഞാൻ നിന്നെ കണ്ടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ, പ്രവീൺ രാഹുലിനോട് പറഞ്ഞു. എന്താ പ്രവീണേട്ടാ പെട്ടെന്ന്? ഇവിടെ പണിയില്ലേ? രാഹുൽ പ്രവീണിനെ നോക്കി. പണിയൊക്കെ ഉണ്ടടാ, കൂലിപ്പണിയാണെങ്കിലും ദിവസവും പണിക്ക് പോകുന്നവനാ ഞാൻ, നിനക്കറിയാമല്ലോ. 1000 രൂപയുടെ പണി എന്നും എനിക്കുണ്ടാകും. പക്ഷേ അത് മാത്രം പോരല്ലോ രാഹുലേ. മനസമാധാനം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? സ്വന്തം വീട്ടിൽ ആ ഒരു സാധനം കിട്ടാതെ ആയാൽ പിന്നെ എങ്ങോട്ടെങ്കിലും പോവുക തന്നെ. ശരിക്ക് പറഞ്ഞാൽ മടുത്തു. ആദ്യ വിവാഹം തന്നെ മതിയായിരുന്നു. അമ്മയും പെങ്ങന്മാരും ബന്ധുക്കളും എല്ലാവരും കൂടെ കുറ്റവും കുറവും പറഞ്ഞ് അതൊരു വിധത്തിൽ ഡിവോഴ്സ് ആക്കി എടുത്തു. ഭാര്യയുമായി വഴക്കിട്ട് സമാധാനമില്ലാതെ മദ്യപാനവുമായിട്ട് നടന്നിരുന്ന എനിക്ക് അന്ന് അത് ചിന്തിക്കാനുള്ള ബോധമൊന്നുമില്ലായിരുന്നടാ. നിനക്കറിയാലോ, ഷബിനൊരു പാവമായിരുന്നു. പക്ഷേ വീട്ടിലാർക്കും അവളെ കണ്ടുകൂടായിരുന്നു. എന്നും കുറ്റവും കുറവും മാത്രം. പിരിയാൻ തീരുമാനിച്ചപ്പോഴും മനസ്സിലൊരു നല്ല തീരുമാനമെടുക്കാൻ എനിക്കും എന്തോ കഴിഞ്ഞില്ല. കുറേ കാലം സഹിച്ചിട്ടുണ്ടവൾ. പിന്നെ എൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഒരു സപ്പോർട്ടും ഇല്ലാതായാൽ പാവം പെണ്ണ് എന്താ ചെയ്യുക? ഒടുക്കം പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ അവൾ തൻ്റേടിയായി, അഹങ്കാരിയായി. ഒന്നും പറയണ്ട. അമ്മയും പെങ്ങന്മാരും എല്ലാവരും കൂടെ ആ ബന്ധം അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു തന്നു. ശേഷം അവരായിട്ട് തന്നെ മറ്റൊരാളെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ 2ാമത്തെ വിവാഹത്തിന് തയ്യാറായത്. ഇപ്പോൾ 2ാം കല്യാണം കഴിച്ചപ്പോഴാണ് ഷബിനയുടെ വില ശരിക്ക് തിരിച്ചറിയുന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ വന്നവൾ അമ്മയുമായിട്ട് എന്നും പ്രശ്നമാണ്. അല്ല, ഒരു കണക്കിന് അമ്മയ്ക്ക് അങ്ങനെ തന്നെ കിട്ടണം. അതിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഷബിന അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു വിലയുമില്ലായിരുന്നു അവളെ. ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിലെ എല്ലാ പണിയും എടുത്ത് എല്ലാവർക്കും വെച്ച് വിളമ്പി തൂത്തും തുടച്ചും നടന്നിരുന്ന അവളെ ചവിട്ടി തേക്കാനും അടിച്ചമർത്താനും ഉപദ്രവിക്കാനുമായിരുന്നു എല്ലാവർക്കും തിടുക്കം. കാരണമെന്താ? ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട്, സ്ത്രീധനമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവർക്ക് ആർക്കും അവളെ പിടിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഇവരായിട്ട് തന്നെ കണ്ടെത്തിയവളോ? ഫുൾ സമയവും ഫോണിലാ രാഹുലേ. അവൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സും ഗേൾസും ഒക്കെ ആയിട്ട്. ആരോടാ ചാറ്റ് ചെയ്യുന്നത്, ആരെയാ വിളിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ എന്തേലും ചോദിക്കാൻ ചെന്നാലോ, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ നേരെ തട്ടിക്കയറും. വില കൂടിയ ഡ്രസ്സ് വാങ്ങിക്കൂട്ടുക, മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, എവിടെയൊക്കെയോ പോയി ചുറ്റിയടിച്ച് സമയം തെറ്റി കയറി വരിക. ഇത് തന്നെയാ പരിപാടി. ഒരു ഭർത്താവാണെന്നുള്ള വില പോലും എനിക്ക് തരുന്നില്ല രാഹുലേ. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ എന്നും വഴക്കും. ഇനിയിപ്പോൾ ഇവളെയും ഒഴിവാക്കി 3ാമതൊരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? 1 ഒഴിവാക്കി 2 ഒഴിവാക്കി 3ാമത് കെട്ടാൻ നിൽക്കുകയാണോ ഞാൻ? ശാപം കിട്ടുന്നതാടാ കുറേയൊക്കെ. നിന്റെ അമ്മായിയുടെ സ്വഭാവം നിനക്ക് തന്നെ അറിയാമല്ലോ. നിന്റെ അമ്മയെപ്പോലെ തന്നെ ഒട്ടും മോശമല്ലായിരുന്നു. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ആ പാവത്തിനെ. എന്നിട്ടിപ്പോൾ എന്തായി? എനിക്ക് എൻ്റെ ജീവിതം നഷ്ടമായി. അവളാണെങ്കിലോ രക്ഷപ്പെടുകയും ചെയ്തു. നല്ലൊരുത്തൻ താലി കെട്ടിയപ്പോൾ പൊന്നു പോലെയാണ് നോക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അവളെവിടെയാണെങ്കിലും നന്നായിരിക്കട്ടെ. പക്ഷേ അവളുടെ മനസ്സിലൊരു വെറുക്കപ്പെട്ടവൻ്റെ മുഖമായിരിക്കും എനിക്ക്. പിറകെ നടന്ന് സ്നേഹിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവനല്ലായിരുന്നോ ഞാൻ? എന്നിട്ട് അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ ദ്രോഹിക്കാനിട്ട് കൊടുത്തു. നിസാര കാര്യങ്ങളുടെ പേരിൽ തല്ലും വഴക്കുമായി ആ ബന്ധം പിരിഞ്ഞു. ഒടുക്കം അവൾ നല്ല നിലയിലെത്തുകയും ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുകയും ചെയ്യുന്നു. ഓരോ യോഗമാടാ, പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവീൺ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. രാഹുൽ അപ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ അമ്മായി പറഞ്ഞു സ്മൃതി ഇവിടെയില്ല, നീ ഇറക്കി വിട്ടെന്ന്, ഉള്ളതാണോടാ? പ്രവീൺ രാഹുലിനെ നോക്കി. അതെ പ്രവീണേട്ടാ. രാഹുൽ മടിച്ചുകൊണ്ട് തലയാട്ടി. പ്രവീണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അവൾക്കും ഒരു സ്വൈര്യം തരാതെ എന്നും പ്രശ്നമായിരുന്നു ഇവിടെ. ഒടുക്കം ഒരു വഴിയില്ലാതെ ഞാൻ തന്നെയാണ് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞത്.
സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവളുണ്ട്. ദാ ഇപ്പോൾ കൂടെ ഞാൻ അവളെ ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മയുടെ ഇടയിലേക്ക് കൊണ്ടുവന്നാൽ ശരിയാവില്ല പ്രവീണേട്ടാ, രാഹുൽ പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ രാഹുലേ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാ. നീ ഇവരുടെ വാക്കും കേട്ട് നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്മൃതി ഒരു പാവം കുട്ടിയാണ്. അമ്മ പറയുന്നതൊന്നും നീ നോക്കണ്ട. നമ്മുടെ ജീവിതമാണ്. അതൊരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ നമുക്ക് ഒരു വിധത്തിലും നേരെയാക്കി കൊണ്ടുവരാൻ കഴിയില്ല. ജീവിതം എന്നൊക്കെ പറയുന്നത് ശരിക്ക് ചില്ല് ഗ്ലാസ് പോലെയാണ്. എറിഞ്ഞുടയ്ക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും പഴയ രൂപത്തിലാക്കിയെടുക്കാൻ കഴിയുമോടാ? ഒരിക്കലുമില്ല. അതാ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നീ എൻ്റെ സ്വന്തം അനിയനാ. എൻ്റെ ഗതി നിനക്കുണ്ടാവാതിരിക്കാനാ ഏട്ടനീ പറയുന്നത്. ഒരിക്കലും നിനക്കായ അവസ്ഥ ഉണ്ടാവരുത് മോനെ. വേഗം പിണക്കമൊക്കെ മറന്ന് നീ അവളെ ചെന്ന് വിളിക്കാൻ നോക്ക്. പ്രവീൺ പറഞ്ഞപ്പോൾ രാഹുൽ പ്രവീണിനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. ഞാൻ അവളെ തല്ലിപ്പോയിരുന്നു പ്രവീണേട്ടാ. ഓർക്കുമ്പോൾ ആകെ ഒരു വല്ലായ്മ. അവളില്ലാതെ ഒട്ടും ശരിയാകുന്നില്ല. രാഹുലിൻ്റെ മുഖത്താകെ സങ്കടം നിഴലിച്ചു. അതൊന്നും സാരമില്ലടാ, നീ പോയൊരു മാപ്പ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോര്. നമ്മളൊന്ന് താഴ്ന്നു നിന്നാലും കുഴപ്പമില്ല. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലുണ്ടാകും. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നല്ലത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എരുതിയിൽ എണ്ണ ഒഴിച്ച് തരാനേ എല്ലാവരും മെനക്കെട്ടുള്ളൂ. എന്നിട്ട് ഇപ്പോൾ എന്തായി? എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? നിനക്കൊരിക്കലും എൻ്റെ അവസ്ഥ വരരുത് മോനെ. നീ വേഗം എന്താന്ന് വെച്ചാൽ ചെയ്യൂ കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് കാലിന് വയ്യാത്തത് കൊണ്ട് മറ്റന്നാൾ എയർപോർട്ടിൽ വരാനൊന്നും കഴിയില്ലല്ലോ. ഇനി പോയി വന്നിട്ട് കാണാം. 3 വർഷം എടുക്കും. പ്രവീൺ അത് പറഞ്ഞ് രാഹുലിനെ ചേർത്ത് പിടിച്ചു. പ്രവീണിൻ്റെ കണ്ണപ്പോൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. രാഹുലിനും വല്ലാത്ത സങ്കടം തോന്നി. അവർ രണ്ടുപേരും ഒരു നിമിഷം ചേർത്ത് പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് പ്രവീൺ രാഹുലിന് കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവളെയും കൂട്ടിക്കൊണ്ടുവന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൂടി കാണാൻ കഴിയട്ടെ. ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ പോകില്ല പ്രവീണേട്ടാ. ഭക്ഷണം എന്തേലും കഴിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്യാം. ഏതായാലും മറ്റന്നാൾ പോവുകയല്ലേ. ഇന്ന് കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് വൈകുന്നേരമായിട്ട് പോകാം, രാഹുൽ പറഞ്ഞു. അയ്യോ ഇല്ല രാഹുലേ, രാവിലെ ഞാൻ ചായ കുടിച്ചിറങ്ങിയതാ. കൊണ്ടുപോകാൻ കുറച്ച് സാധനം വാങ്ങിക്കാനൊക്കെ ഉണ്ട്. നിന്നാൽ ശരിയാവില്ല. ഞാൻ നിന്നെ വിളിക്കാം. ഇനി പോയി വന്നിട്ട് കാണാം. ഞാൻ അമ്മായിയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചേക്കാം. ഞാൻ വന്നിട്ടൊന്നും കുടിക്കാതെ പോയെന്ന വിഷമം നിനക്ക് വേണ്ട. നീ വെറുതെ വയ്യാത്ത കാലും കൊണ്ട് എണീറ്റ് നടക്കേണ്ട. ശരിയടാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രവീൺ രാഹുലിൻ്റെ മുറിയിൽ നിന്നിറങ്ങി. പ്രവീൺ ഇറങ്ങിയപ്പോൾ രാഹുൽ ഒരു നിമിഷം അങ്ങനെ തന്നെ ആലോചിച്ചിരുന്നു. പ്രവീൺ ആദ്യം വിവാഹം കഴിച്ച ഗായത്രിയുടെയും പ്രവീണിൻ്റെയും ജീവിതമാണ് അപ്പോൾ രാഹുലിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. എത്ര സന്തോഷത്തിലായിരുന്നു അവർ. എത്രയോ തവണ ഗായത്രിയെയും കൂട്ടി പ്രവീണേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ വിനയത്തോടെ മാത്രം പെരുമാറുന്ന നല്ലൊരു പെൺകുട്ടിയായിരുന്നു. പ്രവീണേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇല്ലാത്ത കുറ്റവും കുറവും പറഞ്ഞുണ്ടാക്കി അമ്മായി തന്നെയാണ് ആ ബന്ധമില്ലാതാക്കിയത്. എന്നിട്ട് വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ ഏട്ടനിപ്പോൾ അതിലും വലിയ സ്ഥിതി. എനിക്കെന്തായാലും ആ ഒരു അനുഭവം വന്നുകൂടാ. എൻ്റെ സ്മൃതിയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അമ്മയുടെയും ചേച്ചിമാരുടെയും ഇടയിൽ കിടന്ന് ഒരുപാട് കണ്ണീർ കുടിച്ചിട്ടുണ്ട് അവൾ. എന്നാലും ഞാൻ വിളിച്ചാൽ അവൾ വരാതിരിക്കില്ല. അല്ലെങ്കിലും പ്രവീണേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരും. എനിക്ക് അവളില്ലാതെ പറ്റില്ല. രാഹുൽ അവൻ്റെ മുണ്ടിൻ്റെ തലപ്പുകൊണ്ട് 2 കണ്ണും തുടച്ചു. എന്നിട്ട് കൈ നീട്ടി കട്ടിലിൻ്റെ അടുത്തുള്ള മേശപ്പുറത്ത് നിന്ന് അവൻ്റെ ഫോൺ എടുത്തു. സ്മൃതിയെ വിളിക്കാനായി അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ പോകുമ്പോഴാണ് തിരിച്ച് അവൻ്റെ ഫോണിലേക്ക് സ്മൃതി എന്ന് എഴുതിയ നമ്പറിൽ നിന്ന് കോള് വരുന്നത്. രാഹുൽ ഒരു അമ്പരപ്പോടെ അവൻ്റെ ഫോണിലേക്ക് തന്നെ നോക്കി. അങ്ങോട്ട് വിളിക്കാൻ പോകുന്ന അതേ സമയത്ത് തന്നെ അവൻ്റെ ഫോണിലേക്ക് സ്മൃതിയുടെ കോൾ. വെപ്രാളപ്പെട്ടുകൊണ്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സ്മൃതി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. നീ വിശ്വസിക്കുമോ എന്നറിയില്ല. ഞാൻ നിന്നെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് നിന്റെ കോള് കാണുന്നത്. രാഹുൽ ഫോൺ എടുത്തതും സ്മൃതിയോട് പറഞ്ഞു. അപ്പുറത്ത് നിന്നപ്പോൾ സ്മൃതിയുടെ മറുപടിയൊന്നും കേട്ടില്ല. ഹലോ സ്മൃതി, അവൻ വീണ്ടും ആകാംക്ഷയോടെ വിളിച്ചു. ഹലോ. സ്മൃതിയുടെ സൗമ്യമായ ശബ്ദം രാഹുലിൻ്റെ കാതിൽ കേട്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം അവളുടെ ശബ്ദം ഫോണിലൂടെ കേട്ടപ്പോൾ രാഹുലിനാകെ കരച്ചിൽ വരുന്ന പോലെ തോന്നി. മോളെ, ഞാൻ നിന്നെ വിളിക്കാൻ വരാനിരിക്കുകയായിരുന്നു. അന്ന് വെള്ളമടിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ പറ്റിപ്പോയതാ. ഞാൻ വൈകുന്നേരം വരാം. നീ വരില്ലേ? രാഹുൽ സ്മൃതിയോട് ചോദിച്ചു. ഞാൻ വരുന്നില്ല രാഹുലേട്ടാ. കരഞ്ഞുകൊണ്ടാണ് അവളുടെ മറുപടി രാഹുൽ ഫോണിലൂടെ കേട്ടത്. സ്മൃതി മോളെ. രാഹുൽ അത് കേട്ട പാടെ വിളിച്ചു. എനിക്ക് അവിടെ കഴിയില്ല രാഹുലേട്ടാ, സ്മൃതി പറഞ്ഞു. ഞാൻ തല്ലിപ്പോയതുകൊണ്ടാണോ?
ഏട്ടൻ പറഞ്ഞില്ലേ ആ അവസ്ഥയിൽ ആകെ കൂടെ ദേഷ്യം കയറിയപ്പോൾ നീ എന്നോട് ക്ഷമിക്കില്ലേ? രാഹുൽ വീണ്ടും ചോദിച്ചു. ഏട്ടൻ എന്നെ തല്ലിയതുകൊണ്ടൊന്നുമല്ല, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏട്ടന് തന്നെ ആലോചിച്ചാൽ അറിയാലോ, ഞാൻ അവിടെ നിങ്ങളോട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ എന്നെ ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല. സ്മൃതി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് രാഹുലിന് അറിയാമായിരുന്നു. എനിക്കറിയാം സ്മൃതി, എനിക്കറിയാഞ്ഞിട്ടല്ല. കുറച്ചു മുമ്പ് കൂടി ഞാനും അമ്മയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിട്ടേ ഉള്ളൂ. അമ്മയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയെന്ന് വെച്ചാണ് വഴക്ക് പറയുക? രണ്ടെണ്ണം പിടിച്ച് പൊട്ടിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ, അമ്മയായിപ്പോയില്ലേ? രാഹുൽ നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി എൻ്റെ മോള് വാ, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ വരില്ല രാഹുലേട്ടാ. സ്മൃതി കരഞ്ഞുകൊണ്ടാണത് പറഞ്ഞത്. ഞാൻ ഏട്ടനെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. ഞാൻ അവിടെ നിന്ന് വന്ന് ഇത്രയും ദിവസമായിട്ടും ഏട്ടൻ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. എന്നാലും ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് ഏട്ടനെ വിളിക്കണമെന്ന് തോന്നി, അതൊന്ന് പറയണമെന്നും. എന്താ കാര്യം? രാഹുൽ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആണ്. സ്മൃതി അത് പറഞ്ഞു കേട്ടതും രാഹുലിൻ്റെ കണ്ണിൽ നിന്ന് അവൻ അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ വീണു. സത്യമാണോ? അവൻ വിടർന്ന കണ്ണുകളോടെ സന്തോഷത്തോടെ ചോദിച്ചു. അതെ, സ്മൃതി പറഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ടെസ്റ്റ് ചെയ്തു നോക്കിയോ? രാഹുൽ വീണ്ടും തിരക്കി. ചെറിയൊരു വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഒന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. പീരീഡ്സ് തെറ്റിയതുകൊണ്ട് സംശയം തോന്നി കിറ്റ് വാങ്ങിച്ചു നോക്കി. അതിലാണ് അറിഞ്ഞത്. ഇപ്പോൾ നോക്കിയതേ ഉള്ളൂ. അറിഞ്ഞപ്പോൾ ഏട്ടനോട് പറയണമെന്ന് തോന്നി. വഴക്കിട്ട് പോകുന്നതാണെങ്കിലും ഏട്ടനെ അല്ലാതെ മറ്റാരെയാ ഞാനിത് അറിയിക്കുക? ഏട്ടൻ എന്നോട് വെറുപ്പുണ്ടെങ്കിലും എനിക്കിത് പറഞ്ഞല്ലേ പറ്റൂ. സ്മൃതി കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞപ്പോൾ രാഹുലും ഇപ്പുറത്തിരുന്ന് കരയുകയായിരുന്നു. ഞാൻ വരാം, ഏട്ടൻ ഇപ്പോൾ തന്നെ വരാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കാം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിനക്ക്? രാഹുൽ തിരക്കി. ഇല്ല ഏട്ടാ, വേറെ ഒന്നുമില്ല. പക്ഷേ അവിടേക്ക് ഇനി ഞാനില്ല. ഏട്ടൻ എന്നെ വിളിക്കരുത്. അമ്മ എന്നെ വെറുതെ വഴക്ക് പറയും. എന്തൊക്കെ ചെയ്തു കൊടുത്താലും അമ്മ കുറ്റം മാത്രമേ കാണൂ. ഈ ഒരവസ്ഥയിൽ എനിക്ക് വയ്യ. ഏട്ടൻ എന്നെ നിർബന്ധിക്കരുത്. ഏട്ടനോട് എനിക്ക് പിണക്കമൊന്നുമില്ല. പക്ഷേ ഈ ഒരവസ്ഥയിൽ ആ വീട്ടിലേക്ക് ഞാൻ വരില്ല. സ്മൃതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ സ്വഭാവവും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ രാഹുലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ സ്മൃതി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവനും തോന്നി. നീ കരയല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. കരയല്ലടാ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടേക്ക് വരണ്ട. നമുക്ക് മാറി താമസിക്കാം. നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായി എവിടെയെങ്കിലും ഒരു വീട് കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഞാൻ ദാസമാമനെ വിളിച്ചു പറഞ്ഞാൽ എവിടെയെങ്കിലും വീട് ശരിയാക്കി തരും. മാമൻ്റെ അറിവിൽ എത്രയോ വീടുകൾ കാണണം. നമുക്ക് പറ്റി എവിടേക്കെങ്കിലും മാറാം. നിന്റെ കൂടെ കുറച്ച് ദിവസം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് കുറച്ചു മുൻപ് വരെ ഏട്ടനും ചിന്തിച്ചതേയുള്ളൂ. ഏട്ടൻ ഇപ്പോൾ വരാട്ടോ. അതിനിടയ്ക്ക് ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണ് കാലിന് ഉളുക്ക് വീണിട്ടുണ്ട്. കാല് കെട്ടിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ നിന്നെ കാണാൻ അങ്ങോട്ട് വരാൻ കഴിയാഞ്ഞത്. ഞാൻ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് കാർ എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചു വരാം, രാഹുൽ പറഞ്ഞു. കാലിന് എന്തു പറ്റി ഏട്ടാ? നല്ല പരിക്കുണ്ടോ? സ്മൃതി അല്പം പേടിയോടെ ചോദിച്ചു. ഇല്ല, അങ്ങനെ കാര്യമായി പരിക്കൊന്നുമില്ല. ചെറുതായിട്ടുണ്ട്. എന്നാലും ഡ്രൈവ് ചെയ്യുമ്പോൾ ചവിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആരെങ്കിലും കൂട്ടി വരാം. നീ വിഷമിക്കാതിരിക്കേ, രാഹുൽ പറഞ്ഞു. സ്മൃതി കരഞ്ഞുകൊണ്ട് തന്നെ മൂളി. ഞാൻ വെച്ചോട്ടെ എന്നാൽ? രാഹുൽ സ്നേഹത്തോട് ചോദിച്ചു. സ്മൃതി വീണ്ടും മൂളി. എന്നാൽ എനിക്കൊരു ഉമ്മ തരാമോ? രാഹുൽ ചോദിച്ചു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നെങ്കിലും ആ ചോദ്യം കേട്ടപ്പോൾ സ്മൃതിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു. എന്തേ മിണ്ടാത്തെ? രാഹുൽ ചിരിച്ചു. ഒന്നുമില്ല, സ്മൃതി പറഞ്ഞു. ഏട്ടൻ തല്ലിപ്പോയതുകൊണ്ടാണോടാ? സാരമില്ലട പൊന്നെ, പറ്റിപ്പോയില്ലേ. തല്ലിയതിനൊക്കെ കൂടെ പകരമായി ഏട്ടനൊരുമ്മ അങ്ങോട്ട് തന്നേക്കാം. ഉമ്മ, എൻ്റെ പൊന്നു മോൾക്ക്, രാഹുൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സ്മൃതി അപ്പോൾ അവളുടെ മനസ്സ് തുറന്നു ചിരിച്ചു. ദേ കണ്ടില്ലേ, അത്രയേ ഉള്ളൂ നമ്മുടെ പിണക്കമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് നിന്നെയോ നിനക്കെന്നെയോ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ഏട്ടൻ വേഗം വരാട്ടോ, വിഷമിക്കാതിരിക്കേ. ഏട്ടൻ്റെ പൊന്നല്ലടാ, രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫോൺ കട്ടാക്കി. ശേഷം സന്തോഷത്തോടെ മെല്ലെ എഴുന്നേറ്റ് ഷർട്ട് മാറ്റി. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചവിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സ്മൃതിയെ കാണാൻ പോകാനായി ഒരു ഓട്ടോ വിളിച്ചു സെറ്റാക്കി. അങ്ങനെ സന്തോഷത്തോടെ ഡ്രസ്സ് മാറ്റി ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അമ്മയുണ്ടായിരുന്നു. നീ എങ്ങോട്ടാ മാറ്റി ഒരുങ്ങി പോകുന്നത്? ഇപ്പോൾ കാല് കെട്ടിച്ചിങ്ങ് വന്നല്ലേ ഉള്ളൂ.
അമ്മ രാഹുലിനോട് ചോദിച്ചു. എനിക്കൊന്ന് പുറത്തു പോകണം, രാഹുൽ പറഞ്ഞു. പുറത്തേക്കോ? നിനക്കെന്താ ഇപ്പോൾ പുറത്തു പോകേണ്ട അത്യാവശ്യമുണ്ടോ? ഈ വയ്യാത്ത കാലും വെച്ച് പോയിട്ട് നീര് വന്നാലേ വേദന നീ തന്നെ അനുഭവിക്കേണ്ടി വരും, അമ്മ അവൻ്റെ കാലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അല്ല, നിനക്ക് എവിടെയാ ഇത്ര അത്യാവശ്യമായിട്ട് പോകാനുള്ളത്? അമ്മ വീണ്ടും ചോദിച്ചു. എനിക്ക് പല അത്യാവശ്യങ്ങളും കാണും അമ്മേ. എനിക്ക് പോകേണ്ട സ്ഥലമൊക്കെ അമ്മയ്ക്ക് അറിയാമോ? രാഹുൽ കുറച്ച് ഗൗരവത്തിലായിരുന്നു. കാര്യം പറയടാ, നീ അവളുടെ അടുത്തേക്കല്ലേ, നിന്റെ ഭാര്യ വീട്ടിലേക്ക്? ആ പ്രവീൺ വന്നു പോയപ്പോഴേ എനിക്ക് തോന്നി അതിൻ്റെ പിറകെ നിന്റെ ഒരു ഇറങ്ങിപ്പോക്കുണ്ടാകുമെന്ന്. അവൻ എന്നെയും കുറെ ഉപദേശിച്ചു, അവളെ കൂട്ടിക്കൊണ്ടുവരാനും നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരാനുമൊക്കെ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കണമെന്നൊരു താക്കീത് വേറെയും അവൻ എൻ്റെ ചെവിയിൽ കുറേ പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ടാ തോന്നും നിങ്ങളുടെ കുടുംബം കലക്കിയത് ഞാനാണെന്ന്. അവിടേക്കല്ലടാ നിന്റെ പോക്ക്, അവളെ കാണാൻ നിന്റെ പ്രിയതമയെ അല്ലേടാ? അമ്മ രാഹുലിൻ്റെ അടുത്തേക്ക് നിന്ന് ചോദിച്ചു. ആണെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ? രാഹുലിൻ്റെ ശബ്ദം കുറച്ച് കടുപ്പത്തിലായി. എനിക്കെന്താണെന്നോ? നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയണ്ടേ? ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മ എൻ്റെ അമ്മയാണെങ്കിൽ അതുപോലെ അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടിയ പെണ്ണാണ്. എന്തോ വഴക്കുണ്ടായി ഞാൻ അവളെ പറഞ്ഞു വിട്ടു, അത് ശരിയാണ് എന്ന് കരുതി ഞാൻ അവളെ പാടെ ഉപേക്ഷിച്ചതല്ല. അവളെ ഒഴിവാക്കിയിട്ട് ഞാൻ വേറൊരു വിവാഹത്തിന് നിൽക്കുമെന്ന് അമ്മ ഈ ജന്മം വിചാരിക്കുകയും വേണ്ട. ഞങ്ങൾ തമ്മിൽ പിണങ്ങുകയോ ഇണങ്ങുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, അമ്മ അതിലിനി ഇടപെടണ്ട, രാഹുൽ പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിന്റെ പോക്ക് അവിടേക്ക് തന്നെയാണെന്ന്. എടാ, നിന്നെയും എന്നെയും വഴക്ക് പറഞ്ഞ് ഇറങ്ങി പോയവളല്ലേ അവള്. ഇനി അഥവാ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് തിരികെ വീട്ടിൽ കയറാൻ പെൺകുട്ടികളാണ് ശ്രമിക്കേണ്ടത്. അത് അവൾ വിചാരിക്കേണ്ട കാര്യമാണ്. ഇത്ര ദിവസമായിട്ട് അവൾ നിന്നെയോ എന്നെയോ ഒന്ന് വിളിക്കുകയോ മാപ്പ് പറയുകയോ മറ്റോ ചെയ്തോ? ആ അഹങ്കാരിയുടെ പിറകെയാണോ നീ ഇനിയും പോകുന്നത്? അവൾ അവളുടെ പാട്ടിന് വിട്ടേക്കടാ, അമ്മ സ്വരം കടുപ്പിച്ച് പറഞ്ഞു. അങ്ങനെ വിടാൻ പറ്റില്ലമ്മേ. ഞാൻ പറഞ്ഞില്ലേ അവൾ എൻ്റെ ഭാര്യയാണെന്ന്. ഞാൻ സ്നേഹിച്ച് താലി കെട്ടിയ എൻ്റെ പെണ്ണാണ് അവൾ. ഒരു വർഷക്കാലം എൻ്റെ കൂടെ കഴിഞ്ഞവളാണ്. അമ്മയ്ക്ക് അവൾ ആരുമല്ലായിരിക്കാം. ഒരു വേലക്കാരിയുടെ സ്ഥാനമോ അടുപ്പമോ പോലും അമ്മ അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ എനിക്കും അങ്ങനെയാണെന്ന് അമ്മ കരുതരുത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവളെ കുറേ വഴക്ക് പറയുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം ദാ എൻ്റെ കയ്യിൽ നിന്ന് തല്ലും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിചാരിച്ച് അമ്മ പറയുന്ന പോലെ അവളെ മറന്ന് മറ്റൊരു ജീവിതം അതെനിക്ക് സാധ്യമല്ല, രാഹുൽ അമ്മയോട് പറഞ്ഞു. എടാ, നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അമ്മ നിനക്ക് പറ്റുന്ന നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തരാമെടാ. അവൾ നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല. നിനക്ക് അതിലും പൊന്നും പണവും കിട്ടുന്ന വേറൊരു ബന്ധം കിട്ടും. അല്ലാതെ നീ ഇവൾക്ക് വേണ്ടി വെറുതെ എന്നോട് തർക്കിക്കണ്ട, അമ്മ വീണ്ടും പറഞ്ഞു. പറ്റില്ലമ്മേ, അമ്മ പറയുന്നതിനോടൊപ്പം തന്നെ രാഹുലും ഒച്ചയെടുത്തു. പൊന്നും പണവും വേണമെങ്കിൽ അമ്മയ്ക്ക് ഞാൻ കുറെ അങ്ങോട്ട് തരാം. എന്തായാലും അവളെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് പറ്റില്ലെന്നാണ് നീ പറയുന്നത്? നിന്നെ വേണ്ടെന്ന് വെച്ച് പോയവളല്ലേ അവൾ. അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടടാ നാശം, അമ്മയും രാഹുലിനോടൊപ്പം തന്നെ ശബ്ദം കനപ്പിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാഹുലിന് ആകെ ദേഷ്യം കൂടി, ഒപ്പം സങ്കടവും. എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞോ, അതുകൂടെ പോയി തൊലയട്ടെ എന്ന് വിചാരിക്കാനാണോ ഞാൻ? അത് പറഞ്ഞു തീരുമ്പോഴേക്കും രാഹുലിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണിരുന്നു. അവൻ്റെ ശബ്ദവും ഇടറിയിരുന്നു. പറ്റില്ലമ്മേ, അമ്മ വിചാരിക്കുന്ന പോലെ വിചാരിച്ചങ്ങ് തള്ളിക്കളയാൻ മാത്രം കടുപ്പമുള്ള മനസ്സല്ല എൻ്റേത്. അതുകൊണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ മറ്റൊരു വിവാഹവും ഈ ജന്മത്ത് നടക്കില്ല. അപ്പോഴേക്കും അവിടേക്ക് രാഹുൽ വിളിച്ച ഓട്ടോറിക്ഷ വന്നു നിന്നിരുന്നു. അമ്മ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി വേഗം ഓട്ടോയിൽ കയറിയിരുന്നു. രാഹുൽ പറഞ്ഞതും കേട്ടുകൊണ്ട് അമ്മ അവിടെ തന്നെ അങ്ങനെ നിന്നു. രാഹുൽ കയറിയതും ഓട്ടോറിക്ഷ സ്റ്റാർട്ടായി. അല്പനേരം കഴിഞ്ഞ് ഓട്ടോ സ്മൃതിയുടെ വീടിന് മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ മുറ്റത്തൊന്നും ആരുമുണ്ടായിരുന്നില്ല. അവൻ ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോക്കാരന് പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടു. ശേഷം മെല്ലെ കാൽ വെച്ച് അവളുടെ വീടിൻ്റെ സ്റ്റെപ്പ് കയറി. അന്ന് അവൻ സ്മൃതിയെ തല്ലിയ കാര്യം അവളുടെ അച്ഛൻ അറിയാം. അവൾ രാഹുലിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോൾ മുഖത്ത് അവൻ്റെ കൈയടയാളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നോടുള്ള പെരുമാറ്റം എന്തായിരിക്കുമെന്നുള്ള ഒരു ഭയവും രാഹുലിനുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് സ്മൃതിയെ കാണാൻ അവൻ്റെ നെഞ്ച് തുടിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മറ്റൊന്നും ആലോചിക്കാതെ കോളിംഗ് ബെല്ലടിച്ചു. 2 ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ സ്മൃതിയാണ് ഉമ്മറത്തെ വാതിൽ തുറന്നു വന്നത്. സ്മൃതിയെ കണ്ടതും രാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം അവളുടെയും. രാഹുലിൻ്റെ കാലിലേക്കാണ് അവളുടെ നോട്ടം വേഗത്തിൽ ചെന്നെത്തിയത്. അയ്യോ, കാലിന് നന്നായിട്ട് പരിക്കുണ്ടോ ഏട്ടാ?
അവൾ കണ്ടപാടെ ചോദിച്ചു. ഇല്ല, ചെറുതായേ ഉള്ളൂ. രാഹുൽ അത് പറഞ്ഞുകൊണ്ട് അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഏട്ടൻ വന്നേ, ഇങ്ങനെ നിൽക്കണ്ട. സ്മൃതി അത് പറഞ്ഞുകൊണ്ട് അവനെ അകത്തേക്ക് വിളിച്ചു. രാഹുൽ അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വരുന്ന വഴിക്ക് വാങ്ങിയതാണ്. ഫ്രൂട്ട്സും കുറച്ച് പലഹാരവുമുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ വാങ്ങിത്തരാം. ഇത് ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ. സ്മൃതി അവൻ്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങി. പിന്നെ ഒരു പരിഭവവും കൂടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ അരയിലൂടെയുള്ള രാഹുലിൻ്റെ പിടുത്തം അപ്പോഴും മുറുകി തന്നെ ഇരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പതിയെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലേ? ആരെയും കാണാത്തതുകൊണ്ട് രാഹുൽ ചോദിച്ചു. ഇല്ല, അച്ഛൻ്റെ കുടുംബത്തിലൊരു കല്യാണമുണ്ട്. അമ്മയും അച്ഛനും അവിടെ പോയിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് സ്മൃതി അടുക്കളയിലേക്ക് പോകുമ്പോൾ രാഹുൽ അവളെ ഒന്നുകൂടി അവനോട് ചേർത്തു പിടിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ശേഷം അവൻ തല്ലിയിട്ടുണ്ടായിരുന്ന അവളുടെ കവിളിലൂടെ ഒന്ന് തലോടി. രാഹുലിൻ്റെ കണ്ണപ്പോൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ രണ്ട് കൈയിലും അവളുടെ മുഖം കോരിയെടുത്തു. അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു, കവിളിലും ഉമ്മ വെച്ചു. അന്ന് ഞാൻ അറിയാതെ തല്ലിപ്പോയതാണ്. ഒരുപാട് വേദനിച്ച് കാണുമല്ലേ? രാഹുൽ ചോദിച്ചു. ഇല്ല, അതൊക്കെ മാറി. എൻ്റെ ഏട്ടനല്ലേ, തല്ലിയാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ അമ്മ വെറുതെ വഴക്കുണ്ടാക്കാനായി നിന്നപ്പോൾ ഞാൻ കാരണം എന്തിനാ നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്നത് എന്ന് കരുതി. അതാ പിന്നെ ഏട്ടൻ പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന്നത്. ഒറ്റയ്ക്കിട്ട് പോരാൻ മനസ്സുണ്ടായിട്ടല്ല. സഹിച്ചു മടുത്തപ്പോൾ ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ്, സ്മൃതി പറഞ്ഞു. ഏട്ടൻ കാല് തൂക്കിയിട്ട് ഇങ്ങനെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവൾ രാഹുലിനെ അവിടെ സോഫയിൽ ഇരുത്തിച്ചു. എന്നിട്ട് മറ്റൊരു കസേര കൊണ്ടുവന്ന് അവൻ്റെ കാലിന് നേരെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു. കാലിതാ ഇതിലേക്ക് നീട്ടി വെച്ചോളൂ, ഇല്ലെങ്കിൽ നീര് വരും. സ്മൃതി തന്നെ അവൻ്റെ വലതുകാലെടുത്ത് ആ കസേരയിലേക്ക് നീട്ടിവെച്ചു. രാഹുൽ അപ്പോൾ അവളെ കൈപിടിച്ച് അവിടെ സോഫയിൽ ഇരുത്തി. അവൻ അപ്പോഴും കണ്ണു നിറഞ്ഞിട്ട് അവളെ നേരെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സാരമില്ല, ഞാൻ പറഞ്ഞില്ലേ, സാരമില്ല ഏട്ടാ, അതൊക്കെ കഴിഞ്ഞില്ലേ, ഏട്ടൻ കരയല്ലേ. സ്മൃതി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തു. രാഹുൽ അപ്പോൾ അവളുടെ ചുരിദാറിനിടയിലൂടെ വയറിലേക്ക് കൈവച്ച് മെല്ലെ ഒന്ന് തലോടി. എന്നിട്ട് പറഞ്ഞു. ഈ ഒരാളിവിടെ ഉള്ളതുപോലും അറിയാതെയല്ലേ ഞാൻ നിന്നെ തല്ലിയത്. പാപമായി പോയി എന്നറിയാം. പക്ഷേ അന്നത്തെ ഒരു ദേഷ്യത്തിൽ എന്തോ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. സ്മൃതി അപ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നിട്ട് അവൻ്റെ അരയിലൂടെ മുറുക്കി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് പോട്ടെ. ഏട്ടൻ ഇനി അതോർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നമ്മുടെ പരാതികളും പരിഭവങ്ങളുമൊന്നും വരാനിരിക്കുന്ന ആളെ കേൾപ്പിക്കേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൾ രാഹുലിൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. രാഹുൽ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒന്നുകൂടി വയറിൽ തലോടി. അവൻ്റെ മനസ്സിൽ നിറയെ അപ്പോൾ സന്തോഷവും അതിരില്ലാത്ത ആനന്ദവുമായിരുന്നു. ഞാൻ ചായ എടുക്കട്ടെ, അവൾ പറഞ്ഞു. ചായയൊക്കെ എടുക്കാം, അതിനു മുൻപ് നീ ആ ബോക്സിങ് എടുത്തേ എന്ന് പറഞ്ഞ് രാഹുൽ മേശപ്പുറത്തുണ്ടായിരുന്ന അവൻ കൊണ്ടുവന്ന കവറിൽ നിന്ന് ലഡുവിൻ്റെ ബോക്സ് എടുപ്പിച്ചു. ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഒരു ലഡു എടുത്ത് ചെറിയ കഷ്ണം സ്മൃതിക്ക് വായിൽ വെച്ചു കൊടുത്തു. ബാക്കി കഷ്ണം രാഹുലും വായിൽ വെച്ചു. അപ്പോഴാണ് പുറത്ത് സ്മൃതിയുടെ അച്ഛനും അമ്മയും എത്തിയത്. അവരെത്തിയെന്ന് തോന്നുന്നു, സ്മൃതി രാഹുലിനോട് പറഞ്ഞു. എന്നിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അന്ന് വീട്ടിൽ നിന്ന് അവളെ തല്ലി ഇറക്കി വിട്ടതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കാൻ രാഹുലിന് എന്തോ ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ മടിച്ചുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മയാണ് ആദ്യം കയറി വന്നത്. അമ്മയുടെ കയ്യിൽ സ്മൃതിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു വലിയ പലഹാരപ്പൊതി ഉണ്ടായിരുന്നു. രാഹുലേട്ടൻ വന്നിട്ടുണ്ട്, സ്മൃതി സന്തോഷത്തോടെ പറഞ്ഞു. ആ, പുറത്ത് ചെരുപ്പ് കണ്ടു. നീ ചായ കൊടുത്തില്ലേ? അമ്മ സ്മൃതിയോട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നേയുള്ളൂ. ഞാൻ ചായ എടുക്കാൻ പോവുകയായിരുന്നു, സ്മൃതി പറഞ്ഞു. അമ്മ അത് കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി. ആ, മോനിരിക്കി, എണീക്കണ്ട. എപ്പോഴാ എത്തിയത്? അച്ഛൻ്റെ കുടുംബത്തിലൊരു കല്യാണമുണ്ടായിരുന്നു, ഞങ്ങൾ അതിന് പോയതായിരുന്നു. അമ്മ പരിഭവമൊന്നും കാണിക്കാതെ രാഹുലിനോട് പറഞ്ഞു. ഞാനിതാ കുറച്ചു നേരമായേ ഉള്ളൂ വന്നിട്ട്, രാഹുൽ പറഞ്ഞു. അപ്പോഴാണ് അമ്മ രാഹുലിൻ്റെ കാലിലെ കെട്ട് കാണുന്നത്. ഇതെന്തു പറ്റി? അമ്മ ചോദിച്ചു. അത് ചെറുതായി ബൈക്കിൽ നിന്നൊന്ന് വീണതാ അമ്മേ. അയ്യോ, എന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അമ്മ തിരക്കി. ഇല്ലമ്മേ, ചെറുതായിട്ടൊരു ഉളുക്ക് വീണു, അത്രയേ ഉള്ളൂ. ഇപ്പൊ കാല് കെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? എന്നായിരുന്നു മോനെ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അമ്മ വീണ്ടും പറഞ്ഞു.
ആരും അറിഞ്ഞിട്ടില്ല അമ്മേ. പറയാൻ മാത്രമില്ലാത്തതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. എന്നിട്ടിപ്പോ വേദനയ്ക്ക് കുറവുണ്ടോ? ഇന്നൊക്കെ വേദന കുറവാണ്, രാഹുൽ പറഞ്ഞു. വിശേഷമുള്ളത് മോൻ അറിഞ്ഞില്ലേ? മോള് പറഞ്ഞില്ലേ? അവൾക്ക് ആകെ ഒരു വയ്യായിക ഉണ്ടായിരുന്നു. ഈ സന്തോഷത്തിൻ്റെ ആണെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ടൗണിൽ നല്ല ഡോക്ടറുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചു. നമുക്ക് അവിടെ കാണിക്കാം, അല്ലെങ്കിൽ മോൻ്റെ താല്പര്യത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ കാണിക്കാം, അമ്മ രാഹുലിനോട് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചിരുന്നമ്മേ. ബേബി ഹോസ്പിറ്റലിൽ നല്ലൊരു ഗൈനക്കുണ്ട്, നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞു കേട്ടു, രാഹുൽ പറഞ്ഞു. അങ്ങനെ ചെയ്യാം മോനെ. എന്നാ മോൻ ഇരിക്കുക കേട്ടോ. അമ്മ എന്തായാലും ഈ സാരി ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് ചെന്നു. അതിൻ്റെ പിറകിലായി അകത്തേക്ക് വന്ന അച്ഛൻ രാഹുലിനടുത്തേക്ക് ചെന്നു. ഒരു കല്യാണമുണ്ടായിരുന്നു, ഞങ്ങൾ അതിന് പോയതായിരുന്നു, അച്ഛൻ പറഞ്ഞു. ആ സ്മൃതി പറഞ്ഞു. രാഹുൽ ഒരു പരുങ്ങലോടെയാണ് അച്ഛനോടത് പറഞ്ഞത്. അന്ന് രാത്രി അച്ഛൻ വന്ന് സ്മൃതിയെ കൂട്ടിക്കൊണ്ടുപോരുന്ന ആ ഒരു ഓർമ്മ രാഹുലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സ്മൃതി അപ്പോൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ അച്ഛനും രാഹുലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുലിന് അച്ഛനോട് എന്ത് പറയണമെന്ന് ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അച്ഛാ, ഞാനന്ന് അറിയാതെയാണ് അവളെ തല്ലിപ്പോയതും ഇറക്കി വിട്ടതും. വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെള്ളമടിച്ച് ബോധം കൂടെ ഇല്ലാതായപ്പോൾ ഞാൻ എന്താ ചെയ്തത് എന്ന് എനിക്ക് തന്നെ ഒരു പിടി ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്നോട് പൊറുക്കണം, രാഹുൽ കുറച്ച് ചമ്മലോടെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അപ്പോൾ രാഹുലിനെ ഒന്ന് നോക്കി. എന്നിട്ട് അവൻ്റെ തോളിൽ സ്നേഹത്തോടെ 2 തട്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു. കടവും കഷ്ടപ്പാടുമൊക്കെ എനിക്ക് പണ്ടേ ഉള്ളതാ മോനെ. പക്ഷേ ഞാൻ എൻ്റെ 3 മക്കളെയും ഇന്നുവരെ ഒരു ഈർക്കിളി കൊണ്ട് പോലും തല്ലി നോവിച്ചിട്ടില്ല. ആദ്യമായിട്ട് മോളുടെ മുഖത്ത് ആ പാടുകൾ കണ്ടപ്പോൾ ഏതച്ഛനായാലും ഒന്ന് നെഞ്ചു പിടയില്ലേ? അതുണ്ടായിരുന്നു. വല്ലാതെ ഒന്ന് പിടഞ്ഞു. അങ്ങനെ ആരോടും തട്ടിക്കയറുന്നവരും വഴക്കുണ്ടാക്കുന്നവരും ഒന്നുമല്ല എൻ്റെ മക്കള്. പിന്നെ മോൻ്റെ വീട്ടിൽ എന്താ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അച്ഛൻ അറിയില്ല. അവൾ എന്തെങ്കിലും അരുതാത്തത് കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അച്ഛൻ മോനോട് മാപ്പ് ചോദിക്കാം. അയാൾ വിറച്ചുകൊണ്ട് അത് പറഞ്ഞതും രാഹുലിനാകെ വല്ലാതെയായി. ഏയ് ഒന്നുമില്ലച്ചാ, സ്മൃതിയുടെ ഭാഗത്തല്ല തെറ്റ്. അമ്മ അങ്ങനെ ഒരു സ്വഭാവമാണ്. ചേച്ചിമാരും മോശമൊന്നുമല്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയായി പോയില്ലേ, കയറി തല്ലാനും പറ്റില്ലല്ലോ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ സ്മൃതിയെ അറിയാതെ പറ്റിപ്പോയതാ, രാഹുൽ പറഞ്ഞു. അച്ഛന് മനസ്സിലാവും മോനെ. ഒരു കുടുംബമാവുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. ഭാര്യയും ഭർത്താവുമല്ലേ, ചിലപ്പോൾ വഴക്കിട്ടെന്നും വരും. നമ്മൾ ആണുങ്ങളല്ലേ, ദേഷ്യം അടക്കി വെക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ മോളുടെ മുഖത്ത് അന്ന് കണ്ടതുപോലൊരു പാട് ഇനി ഉണ്ടാകരുത്. അത് കാണാനുള്ള കരുത്ത് ഈ അച്ഛനില്ലാത്തത് കൊണ്ടാ. ഇത് വയസ്സിൻ്റെ ഒരു അപേക്ഷയാണ്, അച്ഛൻ രാഹുലിനോട് പറഞ്ഞു. രാഹുൽ അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറയരുത്. അച്ഛൻ്റെ വിഷമം എത്രയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അറിയാതെയാണെങ്കിലും അവളെ വേദനിപ്പിച്ചതോർക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാതെ നോവുന്നുണ്ട്. അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അച്ഛാ, സ്നേഹമില്ലാഞ്ഞിട്ടുമല്ല. എനിക്ക് ആകെ അവളേ ഉള്ളൂ. ജീവനാണ് എനിക്ക് അവളെ. പക്ഷേ പറ്റിപ്പോയി. അതിന് തിരുത്താൻ കഴിയില്ലല്ലോ. കഴിഞ്ഞു പോയ ദിവസങ്ങളിലേക്ക് തിരികെ പോകാനും പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഈ ഒരു തവണ മാത്രം, ഇനി ഉണ്ടാവില്ല. ഇതെൻ്റെ വാക്കാണ്. അവൾക്ക് അവിടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് മാത്രമല്ല, എനിക്കുമുണ്ട് ബുദ്ധിമുട്ട്. തൽക്കാലം ഷോപ്പിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും സ്മൃതിയും അങ്ങോട്ട് മാറാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാനും പാടില്ലല്ലോ, രാഹുൽ അച്ഛനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്തപ്പോൾ എന്തോ ഒരു ആശ്വാസം നിഴലിക്കുന്ന പോലെ അവന് തോന്നി. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മോൻ ഒന്നും വിചാരിക്കരുത്, അച്ഛൻ രാഹുലിനോട് പറഞ്ഞു. ഇല്ല അച്ഛാ, എനിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. രാഹുൽ അച്ഛൻ്റെ മുമ്പിൽ 2 കണ്ണും അടച്ചു തുറന്നുകൊണ്ട് ആശ്വാസം എന്ന പോലെ പറഞ്ഞു. സ്മൃതിയും അമ്മയും അപ്പോഴേക്കും അവിടേക്ക് ചായയുമായി വന്നു. അച്ഛൻ ഒന്ന് ഡ്രസ്സ് മാറി വരാം, മോൻ ചായ കുടിക്കുകയെന്ന് പറഞ്ഞ് അച്ഛൻ അപ്പുറത്തേക്ക് ചെന്നു. രാഹുൽ അപ്പോൾ ചായ ഗ്ലാസും എടുത്തുകൊണ്ട് കാല് പതിയെ അമർത്തി ഉമ്മറത്തേക്ക് ചെന്നു. ഒപ്പം സ്മൃതിയും. സ്മൃതി അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ എന്താ ഏട്ടാ പറഞ്ഞത്? സ്മൃതി ചോദിച്ചു. അച്ഛനോ? രാഹുൽ ചിരിച്ചു. അതെ, എന്തോ സംസാരിക്കുന്നത് കേട്ടല്ലോ, സ്മൃതി വീണ്ടും ചോദിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ മനസ്സിൽ ചിലതൊക്കെ വിചാരിച്ചിട്ടുണ്ട്, രാഹുൽ പറഞ്ഞു. അതെന്താ അത്? സ്മൃതി സൗമ്യമായി ചോദിച്ചു. അതെന്താണെന്ന് ഇപ്പോൾ ഈ ഉമ്മറത്ത് വെച്ച് എങ്ങനെയാ മോളെ കാണിക്കുക?
വേണമെങ്കിൽ രാത്രി നമ്മൾ രണ്ടാളും തനിച്ചാകുമ്പോൾ കാണിക്കാം. അത് മതിയോ? രാഹുൽ ചിരിച്ചു. അയ്യടാ, അതും പറഞ്ഞുകൊണ്ട് സ്മൃതി അവൻ്റെ കവിളിൽ ഒന്ന് നുള്ളി. രാഹുൽ അപ്പോൾ സ്മൃതിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവനോട് ചേർത്ത് ചിരിച്ചു. എന്നിട്ട് ചായക്കപ്പിൽ നിന്ന് ഒരു കവിൾ ചായ കുടിച്ചു. ശേഷം കപ്പ് അവളുടെ ചുണ്ടിലും വെച്ചു കൊടുത്തു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ സ്മൃതിയും ഒരു കവിൾ ചായ കുടിച്ചു. ശേഷം രണ്ടുപേരും അങ്ങ് പുറത്തേക്ക് നോക്കി നിന്നു. അവിടെ അപ്പോൾ ഉച്ചവെയിലിനെ തലോടാൻ എന്ന പോലെ പുറത്ത് ചെടികളെ തഴുകി ഒരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു. തണുപ്പ് പടരുന്ന ഒരിളം കാറ്റ്. ആ കാറ്റിനൊപ്പം രാഹുലിൻ്റെയും സ്മൃതിയുടെയും വരാനിരിക്കുന്ന അവരുടെ കുഞ്ഞിൻ്റെയും ഇളം ചിരി കൂടി ഉണ്ടായിരുന്നു.